الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وبارك وسلم तस्लीमन कतीरन कतीरा अम्मा बाद मुहतरम भाइयों, बुजुर्गों और दोस्तों, अल्लाह रब्बुल इज़्ज़त अपने कामों के लिए अपने बंदों का इंतखाब करता है। ये अल्लाह की आदत है, सुन्नत है कि अल्लाह पाक अपने काम के लिए अपने बंदों का इंतखाब करता है। ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജോലിക്ക് വേണ്ടി അവൻ്റെ അടിമകളെ തിരഞ്ഞെടുക്കാറുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലൻ്റെ ആദത്താണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലൻ്റെ സുന്നത്താണ്. അല്ലാഹുവിൻ്റെ ജോലികൾക്ക് വേണ്ടി അവൻ്റെ അടിമകളെ इंतखाब ചെയ്യുക अथवा തിരഞ്ഞെടുക്കാറുണ്ട്. हदीस शरीफ में आता है कि जब अल्लाह पाक ने इंसानों की रूहों को पैदा किया आलम अरवाह में, सब रूहें एक वक्त पर पैदा की गई। क़यामत तक के आने वाले इंसानों की रूहों को अल्लाह ने एक वक्त पर पैदा किया, फिर वो दुनिया में अपने अपने वक्त पर आती हैं और अपने अपने वक्त पर वापस जाती हैं. ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പായി തന്നെ മനുഷ്യൻ്റെ എല്ലാ വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യരുടെയും റൂഹുകളെ ഒരുമിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. എല്ലാ റൂഹുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിച്ചാണ് സൃഷ്ടിച്ചത്. ഓരോ റൂഹുകളും അതിൻ്റെ ഊഴമൂഴമായി അതിൻ്റെ സമയത്ത് ഈ ദുനിയാവിലേക്ക് വരികയും അതിൻ്റെ സമയമാകുമ്പോൾ ഈ ദുനിയാവിൽ നിന്നും തിരിച്ചു പോവുകയും ചെയ്യും. तो आलम अरवाह में जब तमाम रूहें पैदा की गई तो अल्लाह तबारक व तआला ने उनसे अहद लिया। अहद, अलस्तु बिरब्बिकुम, कि मैं तुम्हारा रब नहीं हूँ। तो उस मौके पर हदीस में आता है कि अल्लाह ताला ने तमाम इंसानों की रूहों पर नज़र डाली और जो बेहतरीन रूहें थी इंसानों में सबसे अच्छी, जो अल्लाह को पसंद आई, उन रूहों को चुनकर अल्लाह ने नबी और रसूल बनाया. ആലമുൽ അർവാഹിൽ വെച്ച് മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഴുവൻ മനുഷ്യനോടും മനുഷ്യന്മാരുടെ റൂഹിനോടും ഒരു കരാർ വാങ്ങി. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അതിനെല്ലാവരും മറുപടി പറഞ്ഞു, അതെ, നീയാണ് നമ്മുടെ റബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹുകളുടെ എല്ലാം വീക്ഷിക്കുന്ന കൂട്ടത്തിൽ ചില റൂഹുകളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തിരഞ്ഞെടുക്കുകയും അതിലേറ്റവും നല്ല റൂഹുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത് അവരെ നബിമാരാക്കി. तो अंबिया और रसूल ये अल्लाह की पसंद थे. നബിമാര് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാണ്, അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഇഷ്ടപ്പെട്ട ദാസന്മാരാണ്. उनको काम दिया, अपना काम दिया. അവർക്ക് ജോലി കൊടുത്തു, തൻ്റെ ജോലി
അള്ളാഹുവിന്റെ ജോലി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഏൽപ്പിച്ചു. कि मेरे बंदों को मेरे से मिलाना. എൻ്റെ അടിമകളെ എന്നിലേക്ക് അടുപ്പിക്കുന്ന ജോലി. इंसान का नफ्स इंसान को अल्लाह से दूर ले जाता है. മനുഷ്യന്റെ ശരീരത്തിലെ സ്വന്തമായ ഇച്ഛകൾ മനുഷ്യനെ അള്ളാഹുവിൽ നിന്നും ദൂരമാക്കി കളയും. तो उनको अल्लाह से करीब लाना, അവരെ അള്ളാഹുമായി അടുപ്പിക്കുന്ന ജോലി. ये काम अल्लाह ने नबियों और रसूलों को दिया और वो अल्लाह के पसंदीदा बंदे थे. ഈ ജോലിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ നബിമാർക്ക് റസൂലുകൾക്ക് നൽകിയത്. ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ് അവരെ ഏൽപ്പിച്ചത്. तो हदीस शरीफ में आता है कि अल्लाह ताला ने तमाम रूहों पर निगाह डाली और जो रूहें सबसे अच्छी पसंद आई अल्लाह को, उनको पसंद करके अल्लाह ने उनको नबी और रसूल बनाया. ഇപ്പൊ ഹദീസിൽ വരുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ റൂഹുകളെയും ഒരുമിച്ച് കൂട്ടിയ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ വീക്ഷണത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂഹുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുകയും അവരെ നബിയാക്കുകയും റസൂലാക്കുകയും അവന്റെ ജോലി ഏൽപ്പിക്കുകയും ചെയ്തു. उसके बाद ये फर्स्ट सिलेक्शन है. ये फिर अल्लाह ने रूहों पर नज़र डाली, जो बच गई ना, फिर दोबारा अल्लाह ने नज़र डाली और उसके बाद फिर जो रूहें पसंद आई तो अल्लाह ने उनको हुजूर का सहाबी बनाया. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും അള്ളാഹുവിന്റെ വീക്ഷണത്തിൽ നിന്നും അള്ളാഹുവിന്റെ നോട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ച് റൂഹുകളെ തെരഞ്ഞെടുക്കുകയും അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളാക്കുകയും ചെയ്തു. तो फर्स्ट सिलेक्शन कौन है? ആദ്യത്തെ സെലക്ഷൻ ആരാണ്? പറയും. नबी और रसूल. നബിമാർ റസൂലുകൾ അലൈഹിമുസ്സലാം. और फिर सेकंड सिलेक्शन, രണ്ടാമത്തെ സെലക്ഷൻ ആരാണ്? हुजूर के सहाबा. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ. तो ये दो सिलेक्शन तो हो गए. अब फिर दोबारा ये सिलेक्शन तो नहीं होगा. ഈ രണ്ട് സെലക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ആരെയും സെലക്ട് ചെയ്യപ്പെടുകയില്ല. अब कोई नबी बन नहीं सकता. ഇനി ആർക്കും നബി ആവാൻ वो സാധിക്കുകയില്ല. सिलेक्शन हो गया. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അള്ളാഹു തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. अब कोई हुजूर का सहाबी बन नहीं सकता. वो सिलेक्शन खत्म हो गया. ഇനി ആർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാവാൻ സാധിക്കുകയില്ല. അതും കഴിഞ്ഞു, അതിന്റെ ഊഴവും കഴിഞ്ഞു. लेकिन एक तीसरा सिलेक्शन है. हमारे यहाँ आम होते हैं, तो जो बेहतरीन आम होते हैं, अच्छे आम होते हैं, वो एक्सपोर्ट क्वालिटी, क्योंकि हिंदुस्तान वाला इसकी कीमत नहीं दे सकता. ये सऊदीया जाएगा, अमेरिका जाएगा, कनाडा जाएगा. ये एक्सपोर्ट क्वालिटी है. फर्स्ट सिलेक्शन. उसके बाद सेकंड सिलेक्शन निकालते हैं. ये कहाँ जाएगा? ये बम्बई जाएगा, दिल्ली जाएगा, कलकत्ता जाएगा, और बाकी जो रह गया वो गांव वाले खा लो, रोड में रख के बेचो. പക്ഷേ ഈ രണ്ട് സെലക്ഷന് ശേഷം വീണ്ടും ഒരു സെലക്ഷൻ, വീണ്ടും ഒരു തെരഞ്ഞെടുക്കൽ. നമ്മുടെ നാട്ടിൽ മാങ്ങ ഉണ്ടാവാറുണ്ട്. ഈ മാങ്ങ അത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കൊയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ഏറ്റവും നല്ല മാങ്ങകളെ നോക്കി തിരഞ്ഞെടുക്കപ്പെടും. അത് എക്സ്പോർട്ട് ക്വാളിറ്റി, അത് നമുക്ക് കിട്ടൂല, അത് ഇന്ത്യക്കാർക്ക് കഴിക്കാനുള്ളതല്ല. അതിലേറ്റവും നല്ല മാങ്ങകൾ തിരഞ്ഞെടുക്കുകയും അത് സൗദി അറേബ്യയിലേക്കും അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും എല്ലാം അത് എക്സ്പോർട്ട് ചെയ്യപ്പെടും. പിന്നെ ആ തെരഞ്ഞെടുപ്പ്, ആ നോട്ടം കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും പിന്നെ ബാക്കിയായതിൽ നിന്നും നല്ല മാങ്ങകളെല്ലാം തിരഞ്ഞെടുത്ത് വലിയ വലിയ പട്ടണങ്ങളിൽ വലിയ വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ആൾക്കാർക്ക് ബോംബെയിലേക്ക്, ഡൽഹിയിലേക്ക്, കൽക്കട്ടയിലേക്ക് എല്ലാം അത് പാർസൽ ചെയ്ത് അയക്കപ്പെടും. പിന്നെ ബാക്കിയുള്ള മാങ്ങകൾ അത് നിങ്ങൾ റോട്ടുമ്മൽ വെച്ചിട്ട് വിറ്റിട്ട് വാങ്ങിയിട്ട് നിങ്ങളെല്ലാവരും തിന്നോളി വാപ്പ എന്ന് പറയപ്പെടും.
നാട്ടുകാരെല്ലാവരും കഴിച്ചോളി എന്ന് പറയും. तो ये 2 सिलेक्शन तो हो गए. ഈ 2 സെലക്ഷൻ കഴിഞ്ഞു പോയി. इसका डोर क्लोज. അതിന്റെ വാതിൽ അടച്ചു, ഡോർ ക്ലോസ് ആയി. अब फिर नहीं होगा ये सिलेक्शन. ഇനി ആ സെലക്ഷൻ ഇല്ല. ना कोई अपनी मेहनत से नबी बन सकता है, ना कोई मेहनत से सहाबी बन सकता है. ഒരാൾക്കും തന്റെ പരിശ്രമം കൊണ്ട് നബിയാവാനും സാധിക്കൂല, ഒരാൾ എത്ര മെനക്കെട്ടാലും നബിന്റെ സഹാബിയാവാനും സാധിക്കില്ല. लेकिन अल्लाह का दीन तो क़यामत तक रहेगा. പക്ഷെ അള്ളാഹുവിന്റെ ദീന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാനുള്ളതാണ്. अल्लाह उसकी हिफाजत करेगा, അള്ളാഹു അതിനെ സംരക്ഷിക്കും, उसको फैलाएगा. അതിനെ അള്ളാഹു സുബ്ഹാന തആല പരത്തും. लाख मुखालिफ हवाएं चलेंगी, ലക്ഷക്കണക്കിന് അതിനെതിരെ എതിർപ്പുകൾ വന്നാലും ശരി, लाख मुखालिफ लोग खड़े होंगे, എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരും അതിനെതിരിൽ അണിനിരന്നാലും ശരി, लेकिन अल्लाह का फैसला है दीन की हिफाजत का क़यामत तक के लिए. അള്ളാഹുവിന്റെ തീരുമാനമാണ് ഖിയാമത്ത് നാൾ വരെ ഈ ദീനിനെ അള്ളാഹു സുബ്ഹാന തആല സംരക്ഷിച്ച് നിലനിർത്തും. हिफाजत और इशाअत. हिफाजत कहते हैं उसको असल शक्ल में रखना, और इशाअत कहते हैं उसको फैलाना. ഹിഫാദത്ത്, ഇശാഅത്ത്. ഹിഫാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കലാണ്, അതിന്റെ തനതായ രൂപത്തിൽ അതിനെ സംരക്ഷിക്കൽ. ഇശാഅത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാപനം, അതിനെ ലോകം മുഴുവനും എത്തിക്കൽ. ये क़यामत तक होगी. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. कौन करेंगे? ആര് ചെയ്യും? फरिश्ते नहीं, മലക്കുകളല്ല, वो इंसान करेंगे. മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. उन इंसानों को अल्लाह चुनेगा. ആ മനുഷ്യന്മാരെ അള്ളാഹു സുബ്ഹാന തആല അവൻ തെരഞ്ഞെടുക്കും. क़यामत तक होता रहेगा. ഖിയാമത്ത് നാൾ വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. अल्लाहु यज्तबी इलैहि मन यशा. अल्लाहु यज्तबी इलैहि मन यशा. अल्लाह अपने बंदों को, जिनको वो पसंद करेगा, उनको चुनेगा और उनसे काम लेगा, अपने दीन का काम लेगा. അള്ളാഹു സുബ്ഹാന തആല അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അള്ളാഹു സുബ്ഹാന തആല അതിൽ നിന്നും തെരഞ്ഞെടുക്കും. അവരെ കൊണ്ട് ആ ജോലി അള്ളാഹു സുബ്ഹാന തആല ചെയ്യിപ്പിക്കും. तो मेरे भाइयों, जिसको भी अल्लाह दीन के काम में लगाए, उससे अपने दीन का काम ले, उसको अपने दीन के काम में लगाए, तो उसे खुश हो जाना चाहिए कि वो नहीं कर रहा है, उससे अल्लाह करा रहा है. ആരെങ്കിലും ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി ദീനിന്റെ പരിശ്രമം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാന തആല അവനിൽ നിന്നും പരിശ്രമം ഏറ്റെടുക്കുന്നുണ്ട്, അവനിലൂടെ അള്ളാഹു ദീനിന്റെ പരിശ്രമം ചെയ്യിപ്പിക്കുന്നുണ്ട്, അങ്ങനത്തെ ആൾക്കാർ സന്തോഷിക്കണം. കാരണം അള്ളാഹു സുബ്ഹാന തആല അവനാണ് നമ്മളിൽ നിന്നും ആ ജോലി ചെയ്യിപ്പിക്കുന്നത്. അവൻ നമ്മളെ ഏറ്റെടുത്തിരിക്കുകയാണ്. അവനാണ് നമ്മളെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കുന്നത്. हम काबिल नहीं थे, നമ്മൾ യോഗ്യരല്ല. ये तो अल्लाह ने पसंद किया. അള്ളാഹു ഇഷ്ടപ്പെട്ടതാണ്, തെരഞ്ഞെടുത്തതാണ്. दुनिया में गवर्नमेंट सर्विस में किसी को मामूली काम पर रखना तो भी कम से कम SLC पास होना. ദുനിയാവിൽ നമ്മൾ കാണാം, ഏത് ഗവൺമെന്റ് ജോലിയിലും ഏറ്റവും ചെറിയ ജോലിയിൽ പോലും ഒരാൾ എടുക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും കുറഞ്ഞ യോഗ്യത ഒരു മിനിമം SSLC എങ്കിലും പാസ്സാകണം. बेसिक क्वालिफिकेशन. ഇതൊരു ഏറ്റവും താഴ്ന്ന, ഏറ്റവും ബേസിക് ആയിട്ടൊരു ക്വാളിഫിക്കേഷൻ ആണ്, അടിസ്ഥാനപരമായ ക്വാളിഫിക്കേഷൻ ആണ്. क्यों भाई, सही आपके यहाँ है नहीं है केरला? നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ തന്നെയല്ലേ? ശരിയല്ലേ? अरे है नहीं भाई. ഒന്ന് പറയും ഇൻഷാ അല്ലാ. क्या काम के लिए? P1 का काम. പ്യൂൺ ആവാൻ പോലും SSLC. उसका काम क्या? ये फाइल वहाँ दे दो, वो फाइल वहाँ से लाओ, पानी पिलाओ. അയാളുടെ ജോലി എന്താണ്? ഈ ഫയൽ എടുത്തിട്ട് അവിടെ കൊടുക്കണം, ആ ഫയൽ എടുത്തിട്ട് ഇവിടെ കൊടുക്കണം, കുറച്ച് വെള്ളം എടുത്തോണ്ടാ, വെള്ളം കുടിപ്പിക്കണം, ഇങ്ങനത്തെ പണികൾ. उसके लिए भी कम से कम SLC पास हो. അതിന് പോലും എന്ത് ചെയ്യണം? ഒരു SSLC പാസ്സായിരിക്കണം. तबलीग के काम में बेसिक क्वालिफिकेशन क्या है? തബ്ലീഗിന്റെ പരിശ്രമം ചെയ്യുന്ന ആളാവാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ യോഗ്യത എന്താണ്? क्या है बोलो भाई? പറയും സഹോദരന്മാരെ, എന്താണ് യോഗ്യത? എത്ര മിനിമം യോഗ്യത വേണം? कोई क्वालिफिकेशन नहीं. ഒരു യോഗ്യതയും ആവശ്യമില്ല. अल्लाह की पसंद है. അള്ളാഹു തെരഞ്ഞെടുക്കുന്നതാണ്. शैतान को यही तो एतराज हुआ आदम अलैहिस्सलाम पर कि इसको कैसे खलीफा बना दिया.
ശൈത്താന്റെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ അതാണ്. എങ്ങനെ ഇവനെ ആദം നബി അലൈഹി ഇസ്ലാമിനെ തെരഞ്ഞെടുത്തു എന്നതാണ് ശൈത്താന്റെ ഏറ്റവും വലിയ പരാതി. അലൈഹി സ്വലാം ഖലീഫയാക്കി. इसकी क्या खुसूसियत है? ഇദ്ദേഹത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? इबादत मैंने की, रियाजत मैंने की, इतनी मुद्दत तक मैंने इबादतें की, रियाजतें की और खिलाफत इसे चली गई. ഈ ഇബാദത്തുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം എത്രയോ വർഷമായി ചെയ്ത ഞാൻ ഇവിടെ ഉണ്ടായിരിക്കെ ഇദ്ദേഹത്തിനെ ഖലീഫയാക്കാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എന്നെക്കാളും കൂടുതൽ എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത്? हमारे कहते हैं जुम्मा जुम्मा 8 दिन. നമ്മുടെ നാട്ടിൽ പറയാണ്ട് ജുമ്മ മുതൽ ജുമ്മ വരെ 8 ദിവസം, ജുമ്മ ജുമ്മ 8 ദിൻ. आदम अलैहिस्सलाम को अल्लाह ने जुम्मा के दिन पैदा किया. ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജുമാക്ക് സൃഷ്ടിച്ചു. और अगले जुम्मा से पहले खिलाफत मिल गई. അടുത്ത ജുമാ ആവുമ്പോഴേക്ക് ഖിലാഫത്ത് കിട്ടി. तो शैतान कहने लगा कि इतना जमाना मैंने इबादत की, रियाजत की, मुझे मिला नहीं, इसको चला गया. ഞാൻ എത്ര സംവത്സരങ്ങൾ, എത്ര കാലം ഞാൻ ഇബാദത്ത് ചെയ്തു, ഞാൻ അള്ളാഹുവിനെ മാനിച്ചു, എന്നിട്ട് എനിക്ക് കിട്ടാണ്ട് ഇവന് കിട്ടുകയോ? इसकी क्या खुसूसियत है? ഇദ്ദേഹത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? तो उसने ये नहीं देखा कि आदम को अल्लाह ने पसंद किया. इन अल्लाह हस्तफा आदम, इन अल्लाह हस्तफा आदम, ये अल्लाह की पसंद है. ശൈത്താന് കാണാൻ സാധിച്ചില്ല, ശൈത്താന് മനസ്സിലായില്ല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. അള്ളാഹുവാണ് എന്ത് ചെയ്തത്? ആദം നബി അലൈഹി സ്വലാമിനെ തെരഞ്ഞെടുത്തത്. हमारे यहाँ दुल्हन को हाथ में मेहंदी लगाते हैं. നമ്മുടെ നാട്ടില് മണവാട്ടിക്ക് മൈലാഞ്ചി തേച്ചു കൊടുക്കാറുണ്ട്. केरला में भी होता क्या? മൈലാഞ്ചി ഇടാറില്ലേ? तो वो दुल्हन मेहंदी लगाने के लिए उसकी बहनें, मामूजात, खालाजात, फूफीजात और उसकी सहेलियां, वो दुल्हन की दोस्त सहेली कहते हैं, वो सब जमा होती हैं. और वो जमा होके वो एक फंक्शन होता है मेहंदी लगाना. കല്യാണത്തിന് മുമ്പ് ഒരു മൈലാഞ്ചി ഇടുന്ന ഒരു ഫംഗ്ഷൻ വെക്കാറുണ്ട്. എല്ലാവരും വന്ന് എന്ത് ചെയ്യും? അനിയത്തിമാര്, ഏടത്തിമാര്, അളാമ്മമാര്, അമ്മായിമാര്, മൂത്തമ്മമാര്, लड़कियां, പെണ്ണുങ്ങൾ എല്ലാവരും കൂടി വന്ന് കുറച്ച് കുറച്ചായിട്ട് മൈലാഞ്ചി ഇടും. അവളുടെ കൂട്ടുകാരികളായ പെൺകുട്ടികളും വന്ന് മൈലാഞ്ചി ഇടും. അതൊരു ചെറിയ ഫംഗ്ഷൻ ആക്കിയിട്ട് വെക്കും. और वो देख देख के तारीफ करती हैं. ഓരോരുത്തരും വന്നിട്ട് ഈ പെണ്ണിനെ പ്രശംസിച്ചു കൊണ്ടേയിരിക്കും. तू कितनी प्यारी है, എന്നിട്ട് പറയും, നീ എത്ര ഭംഗിയാണ്, എന്തൊരു സുന്ദരിയായിരിക്കുന്നു, तेरे हाथ देख कितने प्यारे हैं, നിന്റെ കൈ എന്തൊരു മുഞ്ചാണ്, उंगलियां देख कैसी प्यारी है, ഓ നിന്റെ വിരലുകൾ എന്തൊരു ഭംഗിയാണ്, तू खुद कितनी प्यारी है, നീ എത്ര മനോഹരമായ സ്ത്രീയാണ്. तो सब तारीफ करती है. എല്ലാരും പ്രശംസിച്ച് പൊക്കും. और वो दुल्हन होने वाली, अभी चंद दिनों में होने वाली दुल्हन, वो दिल में सोचती है कि तुम्हारे तारीफ करने से क्या होगा, अरे जो मुझे कबूल करके ले जाएगा वो तारीफ करे तो मेरा काम बन गया. അപ്പൊ ആ പെണ്ണ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, നിങ്ങളൊക്കെ എന്നെ കുറിച്ച് ഇങ്ങനെ പ്രശംസിച്ചതുകൊണ്ട് എന്ത് കാര്യം? യഥാർത്ഥത്തിൽ എന്നെ പ്രശംസിക്കേണ്ടതും എന്നെ ഇഷ്ടപ്പെടേണ്ടതും ആരാണ്? ആ ആളൊന്നും എന്നെ ഇഷ്ടപ്പെട്ട് ഇരുന്നെങ്കിൽ, ആ ആൾക്ക് എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ, എന്നെ പ്രശംസിച്ചിരുന്നെങ്കിൽ അത് എത്ര വലുതായനെ എന്ന് ആ പെണ്ണ് ചിന്തിക്കും. ഭർത്താവ് പ്രശംസിച്ചാൽ എത്ര നല്ലതായിരുന്നു. वो मेरा शौहर देख के मुझे कहे तू कितनी प्यारी है, तो मुझे एक कहे, एक मेरा शौहर कि तू कितनी प्यारी है, मेरा काम हो गया. और तुम 1000 कहो कितनी प्यारी है, वो देख के कहे पता नहीं अम्मा को क्या उसका दिमाग फिराया, उसके ऊपर टोपी डाल दी, कैसी को लेके आई मेरी अम्मा, चश्मा भूल के गई थी घर में. तो फिर क्या काम मेरा? सबके तारीफ करने से मेरा क्या काम बनेगा? मेरा काम तो जब बनेगा जो एक तारीफ करे. ആ പെണ്ണിനെ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ വന്ന് താരീഫ് ചെയ്താലും ആ സ്ത്രീ ആഗ്രഹിക്കുന്നത്, കല്യാണം കഴിഞ്ഞ് ഭർത്താവ് കാണുന്ന ആദ്യത്തെ നോട്ടത്തിൽ ഭർത്താവ് പറയാണ്, നീ എത്ര മനോഹരിയാണ്, നീ എത്ര സുന്ദരിയാണ്, ഓ നിന്നെ കിട്ടിയത് എൻ്റെ എത്ര വലിയ ഭാഗ്യമാണ് എന്ന് ഭർത്താവ് പറഞ്ഞാൽ ആ ഒരൊറ്റ വാക്ക് മതി. അതാണ് ഈ എല്ലാവരുടെ പ്രശംസയെക്കാളും എല്ലാവരുടെ അനുമോദനത്തെക്കാളും ആ സ്ത്രീ ആഗ്രഹിക്കുന്നത്. മറിച്ച് ആ ഭർത്താവ് പറയാണ്, ഓ എന്തൊരു പെണ്ണിനാണ് കൊണ്ടത്, ഉമ്മ നിങ്ങൾ പോകുമ്പോൾ കണ്ണട വെച്ചിട്ടില്ലായിരുന്നോ, നിങ്ങൾ മര്യാദയ്ക്ക് നോക്കിയിട്ടില്ലായിരുന്നോ,
എന്ത് പെണ്ണിനാണ് നിങ്ങൾ എനിക്ക് കൊണ്ടുതന്നത് എന്നെങ്ങാണ്ടും എൻ്റെ ഭർത്താവ് പറഞ്ഞാൽ എൻ്റെ കാര്യം എന്താണ്? तो मेरे भाइयों, सारी दुनिया के पसंद करने से क्या होगा? अल्लाह पाक कह दे हाँ ये है मेरे काम के काबिल। तो आदम अलैहिस्सलाम को किसने पसंद किया? अल्लाह ने पसंद किया। ലോകം മുഴുവനും അനുമോദിച്ചു, പ്രശംസിച്ചു, എന്ത് കാര്യം? പക്ഷെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടു, അനുമോദിച്ചു, പ്രശംസിച്ചു, സ്വീകരിച്ചു, നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആര് തെരഞ്ഞെടുത്തു? ആര് ഇഷ്ടപ്പെട്ടു? അള്ളാഹു സുബ്ഹാനഹു व तआला इष्टപ്പെട്ടു. तो शैतान का ये एतराज कि आपने इसे क्यों पसंद किया? अना खैरुम मिन्हु, मैं तो इनसे अच्छा हूं। अरे तू अच्छा है, तेरे कहने से क्या होता है? वो तो अल्लाह ने आदम को कहा इन्नल्लाह अस्तफा आदम। ശൈത്താന് പരാതി പറയാണ്, ഞാൻ എത്ര നല്ലവനാണ്, ഞാൻ ഈ ആദമിനേക്കാളും നല്ലവനാണ്, നീ ആദമിനേക്കാളും നല്ലതാണ് എന്ന് നീ പറയുന്നത് കൊണ്ട് എന്ത് കാര്യം? കാരണം ആദമിനെ ആരാണ് തിരഞ്ഞെടുത്തത്? അള്ളാഹു സുബ്ഹാനഹു व तआला ആണ് തിരഞ്ഞെടുത്തത്. അള്ളാഹു നേരിട്ട് തിരഞ്ഞെടുത്തത്. तो भाइयों, वहां से सिलसिला चल रहा है। अल्लाह तबारक व तआला अपने बंदों को पसंद करता है अपने काम के लिए। അവിടെ നിന്ന് തുടങ്ങിയ പരമ്പരയാണ്. അള്ളാഹു സുബ്ഹാനഹു व तआला അവന്റെ ജോലിക്ക് വേണ്ടി അവന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അള്ളാഹു സുബ്ഹാനഹു व तआला തിരഞ്ഞെടുക്കും. शैतान का एतराज, ये एतराज आदम पर नहीं है, ये अल्लाह की पसंद पर है कि तुम्हारा सिलेक्शन गलत है। ശൈത്താന്റെ ഈ ഇഷ്ടക്കേട്, ശൈത്താന്റെ ഈ അഭിപ്രായക്കുറവ്, ഇത് ആദമിന്റെ പേരിലല്ല, ശരിക്കും അള്ളാഹു സുബ്ഹാനഹു व तआला തെരഞ്ഞെടുപ്പ് ശരിയായില്ല എന്നുള്ള ഇഷ്ടക്കേടാണ്. इसी में वो अल्लाह की मारा गया, अल्लाह की रहमत से दूर हो गया। അതുകൊണ്ടാണ് ശൈത്താന് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും ദൂരെ ആട്ടി ഓടിക്കപ്പെട്ടത്, ദൂരമാക്കപ്പെട്ടത്. तो मेरे भाइयों, किसी को अल्लाह अपने काम के लिए पसंद करे तो मैंने बताया ना कि ये पसंद का सिलसिला क़यामत तक चलेगा। അള്ളാഹു ആരെങ്കിലും തെരഞ്ഞെടുത്താൽ എത്ര വലിയ ഭാഗ്യം. ഞാൻ പറഞ്ഞു വന്നത്, ഈ അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. उनसे अल्लाह अपने दीन का काम लेगा। അള്ളാഹു തെരഞ്ഞെടുത്ത ആൾക്കാരെ കൊണ്ട് ദീനിന്റെ പരിശ്രമം ചെയ്യിപ്പിക്കും. तो अगर किसी को अल्लाह दीन के काम में लगाए, उससे अपने दीन का काम ले, तो उसे क्या करना चाहिए? ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു व तआला തെരഞ്ഞെടുത്തു, ആരെങ്കിലും കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു व तआला ദീനിന്റെ ജോലി ചെയ്യിപ്പിച്ചു, അങ്ങനെയുള്ള ആൾക്കാരെ എന്താണ് ചെയ്യേണ്ടത്? പകരം उसे अल्लाह का शुक्र करना चाहिए। അവര് അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം. അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്ത്. शुक्रगुजारी ये नबियों की सिफत है। ശുക്ർ ഉണ്ടായി തീരാ, നന്ദി ഉണ്ടായി തീരുക, ഇത് നബിമാരുടെ ഒരു ക്വാളിറ്റിയാണ്, ഒരു സിഫത്താണ്. अंबिया की तारीफ की कुरान करीम में अल्लाह पाक ने कि ये सब मेरे शुक्रगुजार बंदे। മുഴുവൻ നബിമാരെയും പുകഴ്ത്തി അള്ളാഹു സുബ്ഹാനഹു व तआला ഖുർആനിൽ പറഞ്ഞു, ഇവരെല്ലാവരും എന്നെ ശുക്ർ ചെയ്യുന്നവരാണ്, എന്നോട് നന്ദി കാണിക്കുന്ന ആൾക്കാരാണ് നബിമാർ. ശുക്ർ നബിമാരുടെ ഒരു സിഫത്താണ്. നമ്മൾ പറയാറുണ്ട്, ഇത് നബിമാരുടെ പരിശ്രമമാണ്, ദാവത്തിന്റെ പരിശ്രമമാണ്, അള്ളാഹുവിന്റെ പരിശ്രമമാണ്. ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരിശ്രമം ചെയ്യേണ്ടത് നബിമാരുടെ സിഫത്തോട് കൂടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നബിമാരുടെ അതേ ക്വാളിറ്റിയോട് കൂടി നമ്മൾ പരിശ്രമിക്കണം. तो अल्लाह को शिकायत है अपने बंदों से कि मेरे शुक्रगुजार बंदे थोड़े हैं, थोड़े, बहुत कम। അള്ളാഹുവിന്റെ പരാതി അവന്റെ ദാസന്മാരോട്, ഈ കൂട്ടത്തിൽ എന്നെ ശുക്ർ ചെയ്യുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ, വളരെ കുറവ്. वक़लीलुम मिन इबादिय शकूर, वक़लीलुम मिन इबादिय शकूर, कि मेरे शुक्रगुजार बंदे बहुत कम, बहुत कम। बाकी दुनिया नाशुक्रों से भरी हुई है। എന്നെ ശുക്ർ ചെയ്യുന്ന ആൾക്കാർ ഖലീലൻ, അവർ വളരെ കുറവാണ്. ബാക്കി മുഴുവൻ ലോകത്തിലെ മനുഷ്യന്മാർ നിറഞ്ഞിരിക്കുകയാണ് നന്ദിയില്ലാത്തവരെ കൊണ്ട്. तो मेरे भाइयों, मैं इसलिए अर्ज कर रहा था कि अभी चंद दिन पहले जो हालात आए, सब पर हालात आए। अल्लाह ने दुनिया को हालात की जगह बनाया है। यहाँ कभी दिन है, कभी रात है, कभी सर्दी है, कभी गर्मी है, कभी खुशी है, कभी गम है। दुनिया हालात की जगह है। अल्लाह ने दुनिया को हालात की जगह बनाया है। तो यहाँ हालात आए, सब पर आए।
ഇപ്പം കുറച്ചു കാലം നമുക്കറിയാം, നമ്മുടെ മേലൊരു പരീക്ഷണത്തിൻ്റെ ഒരു കാലഘട്ടം വന്നു, ഒരു അവസ്ഥ ഭേദാന്തരം വന്നു. അതിൽ എല്ലാവരും ഓരോ പരീക്ഷണത്തിലകപ്പെട്ടു, പല പ്രയാസങ്ങളുണ്ടായി. കാരണം ഇത് ദുനിയാവാണ്, ദുനിയാവിൽ അങ്ങനെ തന്നെയാണ്. ദുനിയാവിൽ രാപ്പകൽ മറിയും, ശൈത്യം വരും, അതുപോലെ ഉഷ്ണം വരും, സുഖം വരും, ദുഃഖം വരും, പല അവസ്ഥകൾ മാറി മാറി വരും, എല്ലാവരുടെ മേലും വരാറുണ്ട്. അതുപോലെ വന്നതാണ്. वो जन्नत है जहां हालात कभी बदलते नहीं. അവസ്ഥക്ക് മാറ്റം വരാത്ത സ്ഥലം ആകെ കൂടി സ്വർഗം മാത്രമേ ഉള്ളൂ. वहां एक ही हाल होगा, അവിടെ ഒരേ അവസ്ഥ നിലനിൽക്കും. खुशी ही खुशी होगी, गम नहीं होगा. സന്തോഷമാണെങ്കിൽ സന്തോഷം, ഒരിക്കലും ദുഃഖം ഉണ്ടാവുകയില്ല. सब खुश होंगे, എല്ലാവരും സന്തോഷത്തിലായിരിക്കും, हमेशा खुश रहेंगे. അവരെന്നും സന്തോഷത്തിലായിരിക്കും. दुनिया में थोड़े लोग खुश हैं, ज्यादा लोग गमज़दा हैं, परेशान हैं. और जो थोड़े खुश हैं वो भी हर वक्त खुश नहीं है. ദുനിയാവിൽ ആകെ കൂടി കുറച്ച് ആൾക്കാരെ സന്തോഷത്തിലുണ്ടാവുള്ളൂ, അധിക ആൾക്കാരും പ്രയാസത്തിലും ദുഃഖത്തിലായിരിക്കും. ഇനി സന്തോഷിക്കുന്ന ഈ കുറച്ച് ആൾക്കാരും എപ്പോഴും സന്തോഷത്തിലായിരിക്കുകയില്ല, കുറഞ്ഞ സമയത്തേക്ക് അവരെ സന്തോഷം ഉണ്ടാവുള്ളൂ. जरा पूछो तो फिर वो रिकॉर्ड शुरू होता है, अपनी मुसीबतों का रिकॉर्ड शुरू होता है. जरा पूछो, ആരോടെങ്കിലും ചോദിച്ചു നോക്കി, അപ്പോഴേക്ക് അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് വന്ന ബുദ്ധിമുട്ടുകളുടെയും പ്രയാസത്തിന്റെയും റെക്കോർഡ് CD ഓണാക്കി നമ്മളെ കേൾപ്പിക്കും. तो ये दुनिया है, हालात की जगह है. ഇത് ദുനിയാവാണ്, ഇത് പ്രശ്നങ്ങളുടെയും അവസ്ഥകളുടെയും സ്ഥലമാണ്. हालात नेक लोगों पर भी आते हैं, बुरों पर भी आते हैं. അവസ്ഥകൾ നല്ല അടിമകളുടെ മേലെയും വരും, അവസ്ഥകൾ മോശമായ അടിമകളുടെ മേലും വരും. गुनाहगारों पर भी आते हैं, दीनदारों पर भी आते हैं. ദീനുള്ളവരുടെ മേലും അവസ്ഥകൾ വരാറുണ്ട്, ദീനില്ലാത്തവരുടെ മേലും അവസ്ഥകൾ വരാറുണ്ട്. ऐसा नहीं कि सिर्फ गुनाहगारों पे हालात आते हैं. മോശമായ ആൾക്കാരുടെ മേൽ മാത്രമല്ല മോശമായ അവസ്ഥകൾ ഉണ്ടാവുന്നത്, सब पर दुनिया में हालात आते हैं. എല്ലാവരുടെ മേലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് കൊണ്ട് അവസ്ഥകളെ കൊണ്ട് പരീക്ഷിക്കും. हदीस शरीफ में आता है, हुजूर सल्लल्लाहु अलैहि वसल्लम ने फरमाया कि शदीद मुश्किलात वो नबियों पर आई, अशद्दुल बला. ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അശദ്ദുൽ ബല, ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾ അത് നബിമാരുടെ മേലാണ് ഉണ്ടാകാറ്. और नबियों में सबसे ज्यादा मेरे ऊपर आई. നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് എന്നെയാണ്. मेरे क्या माने क्या? मेरे का मतलब क्या? हुजूर पर. എന്നെ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ. हालांकि आप अल्लाह के महबूब हैं. നബി തങ്ങളുടെ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. आप फरमाते हैं कि सबसे ज्यादा हालात मेरे ऊपर आए. എന്നിട്ട് പറഞ്ഞു, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് എന്നെയാണ്, എന്റെ മേലാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം വന്നത്. अंबिया अल्लाह के पसंद करदा बंदे हैं. എല്ലാ നബിമാരും അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളാണ്. उन पर हालात आए, അവരുടെ മേൽ പോലും പരീക്ഷണങ്ങളും അവസ്ഥകളും ഉണ്ടായി. तो दुनिया में हालात सब पे आते हैं. ഈ അവസ്ഥാവിശേഷങ്ങൾ എല്ലാ മനുഷ്യന്റെ മേലും ഉണ്ടാവും. जन्नत में नहीं आएंगे. ഇത് സ്വർഗത്തിൽ ഉണ്ടാവില്ല. यहाँ बचपन है, फिर जवानी है, फिर बुढ़ापा है, फिर मौत है. ഇവിടെ ദുനിയാവിൽ നമ്മൾ കാണാം, ഒരു കുട്ടി ശൈശവം, യൗവനം, വാർദ്ധക്യം, പിന്നെ മരണം. जन्नत में नहीं, सब जवान रहेंगे. സ്വർഗത്തില് സ്ഥിരമായ യൗവനം മാത്രം, बुढ़ापा नहीं आएगा. അവിടെ വാർദ്ധക്യമില്ല, सब सेहतमंद रहेंगे. അവിടെ എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കും. वहाँ कोरोना नहीं है. അവിടെ കൊറോണ ഉണ്ടാവില്ല. जन्नत में कोरोना नहीं है. സ്വർഗത്തിൽ കോവിഡ് ഇല്ല. वो सब, ये सब अला बला सब दुनिया में है. ഈ എല്ലാ പരീക്ഷണങ്ങളും ബലാമുസീബത്തും ദുനിയാവിൽ മാത്രമാണുള്ളത്. कभी कभी आदमी कहता है कि अरे इनके ऊपर ऐसे हालात आए. तबलीग में गए, 4 महीने लगाए, पैदल जमातों में गए, मुल्कों में गए, फिर भी अल्लाह ने उनके साथ ऐसा कर दिया. ആൾക്കാർ അറിവില്ലായ്മന്റെ പേരിൽ ചോദിക്കാറുണ്ട്, ഇയാളെ മേലും അവസ്ഥകൾ ഇത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടായോ, പരീക്ഷ ഉണ്ടായോ? പറയുമ്പോൾ ഇയാൾ എത്ര വലിയ പ്രവർത്തകനാണ്, ഇയാൾ എത്ര സമയം അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചവരാണ്, വിദേശ രാഷ്ട്രങ്ങളിൽ പോയവരാണ്, ധാരാളം ദീനിന്റെ മേൽ പരിശ്രമിച്ചവരാണ്, ഇവർക്കും പ്രയാസങ്ങൾ ഉണ്ടാവുകയോ? कभी खुद को भी ख्याल आता है कि मैंने इतना दीन का काम किया, फिर भी मेरे साथ ऐसे हालात आए. ചിലപ്പോൾ നമുക്ക് സ്വന്തം തന്നെ തോന്നും, ഞാൻ എത്രമാത്രം ദീനിന്റെ പരിശ്രമം ചെയ്തു, എത്ര ത്യാഗം ചെയ്തു, എത്ര പരിശ്രമിച്ചു, എന്നിട്ടും എനിക്ക് ഇത്ര വലിയ പരീക്ഷണമോ, ഇത്ര വലിയ പ്രയാസമോ? भाई दुनिया तो हालात की जगह है. ദുനിയാവ് ഹാലാത്തിന്റെ, പ്രയാസത്തിന്റെ, പരീക്ഷണത്തിന്റെ സ്ഥലമാണ്.
अल्लाह ताला ने हजरत इब्राहिम अलैहिस्सलाम को अपना खलील कहा. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ ഖലീൽ ഏറ്റവും അടുത്തവനെന്ന് വിശേഷിപ്പിച്ചു. फरिश्तों से कहते हैं अल्लाह कि जमीन पर मेरा दोस्त है इब्राहिम. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മലക്കുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഭൂമിയിലുള്ള എന്റെ കൂട്ടുകാരൻ, എന്റെ സ്നേഹിതൻ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് പറഞ്ഞു. कितना बड़ा मुकाम है, എത്ര വലിയ സ്ഥാനം, എത്ര വലിയ പദവി. कि खालिक कायनात कहता है कि जमीन पर मेरा दोस्त इब्राहिम. ലോകത്തിന്റെ സൃഷ്ടാവ് മലക്കുകളെ വിളിച്ചിട്ട് പറയാണ്, ഭൂമിയിലുള്ള എന്റെ സുഹൃത്ത്, എന്റെ സ്നേഹിതൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. लेकिन दोस्त को भी नहीं छोड़ा, പക്ഷെ ആ സുഹൃത്തിനെ പോലും വെറുതെ വിട്ടില്ല. उन्हें भी इम्तिहानों से गुजारा. അദ്ദേഹത്തിന് പോലും ധാരാളം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. कुरान करीम में है, ഖുർആനിലുണ്ട് ധാരാളം സംഭവങ്ങൾ. वइज़ इब्तला इब्राहीम रब्बुहु बिकलिमातिन फअतम्महुन. हमने इब्राहिम को आजमाया, मुख्तलिफ हालात से गुजारा और वो तमाम हालात में वो कामयाब निकले. ഖുർആനിലുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാൻ ഒരുപാട് പരീക്ഷണത്തിലൂടെ ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഞാൻ യാത്ര ചെയ്യിപ്പിച്ചു. പക്ഷെ എല്ലാ പരീക്ഷണത്തിലും അദ്ദേഹം പരിപൂർണനായി അതിനെ പൂർത്തിയാക്കി, അതിൽ വിജയിച്ചു. അതിന്റെ ആശയം, एक नबी हैं अय्यूब अलैहिस्सलाम. ഒരു നബി ഉണ്ടായിരുന്നു, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. उनका सबर मशहूर है, അദ്ദേഹത്തിന്റെ ക്ഷമ സുപ്രസിദ്ധമാണ്. मशहूर है सब्र अय्यूबी. സുപ്രസിദ്ധമാണ് സബറെ അയ്യൂബി. नबियों में अल्लाह ने उनको बहुत सब्र दिया था. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ക്ഷമ നൽകി. उनको बीमारियों में अल्लाह ने आजमाया. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊടുത്ത് അദ്ദേഹത്തിനെ പരീക്ഷിച്ചു. तो उन पर बीमारियां आई, അദ്ദേഹത്തിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം നൽകി. तो ऐसी बीमारियां आई कि वो बस्ती छोड़कर एक पहाड़ में जाकर गार में रहने लगे. അദ്ദേഹത്തിന്റെ രോഗം എത്രത്തോളം ഗുരുതരമായിരുന്നു, എത്രത്തോളം അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നാട് വിട്ടു പോയി ഒരു കുന്നും പുറത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി അദ്ദേഹം മാറി താമസിച്ചു. आइसोलेशन करते हैं ना, आइसोलेशन. നിങ്ങൾ കണ്ടിട്ടില്ല, ഐസൊലേഷൻ, മാറ്റി താമസിപ്പിക്കൽ. भाई ഐസൊലേഷൻ, अकेला रखो इसको. അദ്ദേഹത്തിനെ ഒറ്റയ്ക്ക് വെക്കണം. तो वो गांव से निकल के जाके पहाड़ के गार में रहे. ഗ്രാമത്തിൽ നിന്ന് മാറി അദ്ദേഹം വലിയൊരു പർവ്വതത്തിന്റെ പോയി അതിലെ ഇടുക്കിൽ പോയി താമസിച്ചു. वो उनका क्वारंटाइन था. അത് അദ്ദേഹത്തിന്റെ ക്വാറന്റൈൻ ആയിരുന്നു. सबने साथ छोड़ दिया. കൂടെയുള്ള എല്ലാ ആൾക്കാരും അദ്ദേഹത്തെ ഒഴിവാക്കി. जब हालात अच्छे होते हैं सब साथ देते हैं. നല്ല അവസ്ഥയിലാണ്, നമ്മൾ നല്ല നല്ല സാഹചര്യത്തിലാണെങ്കിൽ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവും. जब हालात बिगड़ते हैं तो सब साथ छोड़ देते हैं. നമ്മൾ അവസ്ഥ മോശമാകുമ്പോൾ എല്ലാവരും നമ്മളെ വിട്ടിട്ട് പോകും. तो अय्यूब अलैहिस्सलाम के बेटों ने भी साथ छोड़ दिया. മക്കൾ പോലും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും ദൂരെയായി പോയി, മാറിപ്പോയി. उस गार में अकेली उनकी एक बीवी वो उनकी खिदमत करती रही. ആ കുന്നിന്റെ മുകളിലുള്ള ഒരു ഗുഹയിൽ അദ്ദേഹത്തിന്റെ കൂടെ ആകെ കൂടി അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെ ഖിദ്മത്തിൽ നിന്നു. बाकी सब बेटे भी छोड़ के चले गए. മക്കൾ പോലും അദ്ദേഹത്തിനെ ഒഴിവാക്കി പോയി കളഞ്ഞു. अकेली बीवी ने खिदमत की. ഭാര്യ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരുന്നു. जब तकलीफ बढ़ गई പ്രയാസം കൂടിയപ്പോൾ तो सबर का प्याला ओवरफ्लो हो गया. അദ്ദേഹത്തിന്റെ ക്ഷമയുടെ പാത്രം അത് നിറഞ്ഞ് തുളുമ്പിപ്പോയി. तकलीफ इतनी बढ़ गई, എത്രമാത്രം വലിയ പ്രയാസം ഉണ്ടായപ്പോൾ तो उन्होंने अल्लाह से दुआ की. അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു. वो दुआ कुरान करीम में है. ആ ദുആ ഖുർആനിലുണ്ട്. रब्बी अन्नी मस्सनी अज़्ज़ुर्रु व अंत अरहमुर राहिमीन. रब्बी अन्नी मस्सनी अज़्ज़ुर्रु. अल्लाह, इस बीमारी से मुझे बहुत तकलीफ हुई है, मेरी तकलीफ बहुत हो गई. അള്ളാഹുവേ, ഈ രോഗം കൊണ്ട് എനിക്ക് വലിയ പ്രയാസമായി പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. वंता और तू अरहमुर राहिमीन है. നീ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്, കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനാണ്. तो हुक्म आया, अल्लाह ने उनके लिए एक चश्मा जारी किया അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വേണ്ടി ഒരു ഉറവ ഉണ്ടാക്കി. और फरमाया कि उस चश्मे में नहाओ. ആ ഉറവയിൽ കുളിക്കാൻ വേണ്ടി കൽപ്പന വന്നു.
जब उन्होंने नहाया तो सब बीमारियां दूर हो गई. അദ്ദേഹം ആ ഉറവയിലുള്ള വെള്ളത്തിൽ കുളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം മാറി, പൂർണ്ണമായി മാറി. वो चश्मा आज भी है, ആ ഉറവ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. वो गार भी है, चश्मा भी है. ആ ഗുഹയും ഇന്നുമുണ്ട്, ആ ഉറവയും ഇന്നുമുണ്ട്. तुर्की में है. തുർക്കിയിലാണ് അതുള്ളത്. मुल्क शाम की सरहद पर एक तुर्की में एक शहर है उर्फा. वहाँ की पहाड़ियों में वो गार है, वो चश्मा है. ഷാമിന്റെ ഭാഗമായ തുർക്കിയില് ഉർഫ എന്ന പട്ടണത്തില് ആ ഗുഹയും ആ ഗുഹയിൽ ഉറവയും ഇന്നുമുണ്ട്. हम वहाँ जमात में गए थे. നമ്മൾ അവിടെ ജമാഅത്തിൽ പോയി. तो वहाँ सब जाते हैं, उसकी जियारत कर रहे हैं. അവിടെ പോകുന്ന മുഴുവൻ ആൾക്കാരും ആ സ്ഥലത്ത് പോയി പ്രത്യേകമായി അതിനെ പോയി കാണാറുണ്ട്. तो हम भी गए നമ്മളും പോയി. कि नबी का क्वारंटाइन, നബിന്റെ ക്വാറന്റൈൻ സ്ഥലം കാണാൻ വേണ്ടി നമ്മളും പോയി. तो हमने भी जाके वो गार देखा. നമ്മളും പോയി ആ ഗുഹ കണ്ടു. और वो चश्मा जो अल्लाह ने उनके लिए जारी किया पहाड़ में, वो चश्मा मौजूद है. लोग उसका पानी पीते हैं, क्यानों में भर भर के ले जाते हैं. बीमारों को बरकत के तौर पर नहलाते हैं कि अल्लाह इससे शिफा दे. लोग पीते हैं उसे, हमने भी पिया. എല്ലാവരും അവിടുന്ന് ആ വെള്ളം കുടിക്കും സാധാരണ. മാത്രമല്ല വെള്ളം ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. രോഗികളൊക്കെ ഉണ്ടെങ്കിൽ കുടിപ്പിക്കാമെന്ന് കരുതി വെള്ളം കൊണ്ടുപോകും. നമ്മളും അവിടുന്ന് കുറെ വെള്ളം കുടിച്ചു. ऐसा ठंडा मीठा पानी कि तुम्हारा बिस्लरी झक मारता है. ऐसा ठंडा मीठा पानी कि बिस्लरी झक मारता है. എത്ര നല്ല തണുത്ത നല്ല മധുര നല്ല വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ ബിസ്ലരി എന്ന് അതിന്റെ അടുത്തെത്തൂല, ദൂരായിപ്പോ. तो अल्लाह ने नबियों को आजमाया. നബിമാരെ അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിച്ചിട്ടുണ്ട്. യൂസുഫ് अलैहिस्सलाम बड़े नबी हैं. യൂസുഫ് നബി അലൈഹി ഇസ്ലാം നബിയാണ്. हुजूर ने उनकी तारीफ की. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ എത്രയോ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. करीम इब्ने करीम, इब्ने करीम, इब्ने करीम, यूसुफ इब्ने याकूब, इब्ने इसहाक, इब्ने इब्राहिम. हुजूर ने यूसुफ अलैहिस्सलाम की इस तरह तारीफ की. करीम, इब्ने करीम, इब्ने करीम, इब्ने करीम, 4 मरतबा. यूसुफ इब्ने याकूब, इब्ने इसहाक, इब्ने इब्राहिम. हुजूर ने उनकी इस तरह तारीफ की कि वो नबी, उनके बाप नबी, उनके दादा नबी, उनके परदादा नबी. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഇബ്നു കരീം, ഇബ്നു കരീം, ഇബ്നു കരീം, ഇബ്നു കരീം. അതായത് അള്ളാഹു ആരുടെ മേലിൽ അള്ളാഹു ബഹുമാനിച്ചോ, ബഹുമാന്യന്റെ മകന്റെ ബഹുമാന്യനായ മകന്റെ ബഹുമാന്യനായ മകന്റെ ബഹുമാന്യനായ മകന്റെ ബഹുമാന്യനായ മകൻ. അതായത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ബാപ്പ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ബാപ്പ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ ബാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാന്യർ, എല്ലാവരും നബിമാർ. लेकिन हालात आए. പക്ഷെ അവസ്ഥ, എത്ര വലിയ അവസ്ഥകൾ വന്നു. अल्लाह ने उनके किस्से को तफसील से कुरान में बयान किया. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ മുഴുവൻ കഥയും വിശദമായി അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞു. उसे अहसनुल क़सस फरमाया. എന്നിട്ട് പറഞ്ഞു അതിന് അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല കഥ, ഏറ്റവും നല്ല സംഭവം എന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നു. ചരിത്രം आदमी गौर करे तो सारे हालात का जवाब मिलता है. മനുഷ്യൻ ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കിയാൽ അവന്റെ എല്ലാ പ്രശ്നത്തിന്റെയും ഉത്തരം ആ കഥ, ആ സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടും. उनके 2 दौर हैं. അദ്ദേഹത്തിന് 2 കാലഘട്ടം ഉണ്ടായിരുന്നു. पहला दौर इम्तिहानात, आजमाइशें, इब्तिलात का. दूसरा दौर अल्लाह की मदद और नुसरत का. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 2 കാലഘട്ടങ്ങൾ. ഒരു കാലഘട്ടം അദ്ദേഹത്തിന്റെ മേൽ പരീക്ഷണത്തിന്റെ, പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രയാസങ്ങളുടെ, ഇടുക്കങ്ങളുടെ ഒരു കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിശാലമായ സഹായം, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക സംരക്ഷണം, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിജയങ്ങളുടെ കാലഘട്ടം. അങ്ങനെ 2 കാലഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. पहला दौर है मुश्किलात का. ആദ്യത്തെ കാലഘട്ടം പ്രയാസത്തിന്റെ കാലഘട്ടം.
भाई मुखालिफ हो गए, അദ്ദേഹത്തിന്റെ സഹോദരന്മാർ അദ്ദേഹത്തിന്റെ എതിരാളികളായി മാറി. क्योंकि बाप इनको बहुत चाहते थे, കാരണം എന്താണ്? ബാപ്പ അദ്ദേഹത്തിനോട് പ്രത്യേക മമത കാണിക്കുമായിരുന്നു, बहुत मोहब्बत करते थे. വളരെയധികം സ്നേഹം കാണിക്കുമായിരുന്നു. मोहब्बत एक इंसान के अख्तियार की चीज नहीं है. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് തെരഞ്ഞെടുക്കാൻ പറ്റിയൊരു കാര്യമല്ല. हुजूर अकरम सल्लल्लाहु अलैहि वसल्लम से किसी ने पूछा कि आपको सबसे ज्यादा मोहब्बत किससे है, तो हुजूर ने फरमाया आयशा से. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിക്കേണ്ടായിരുന്നു, താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോടാണെന്ന് പറഞ്ഞു. इंसाफ हुजूर सब औरतों बीवियों के दरमियान करते थे. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുല്യത, നീതി എല്ലാ ഭാര്യമാരോടും കാണിച്ചിരുന്നു. लेकिन मोहब्बत ये दिल की बात है. പക്ഷെ സ്നേഹം അത് ഹൃദയത്തിന്റെ ഒരു കാര്യമാണ്. वो आयशा से थी. അത് കൂടുതലായി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഉണ്ടായിരുന്നു. वो पूछने वाले ने पूछा कि मैं मर्दों में नहीं, औरतों में नहीं पूछ रहा हूं, मर्दों में सबसे ज्यादा मोहब्बत किससे है? അപ്പൊ ചോദിച്ച ആള് പറഞ്ഞു, ഞാൻ പെണ്ണുങ്ങളെ കാര്യമല്ല ചോദിച്ചത്, ആണുങ്ങളെ കൂട്ടത്തിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണെന്ന് ചോദിച്ചു. तो जवाब सुनो हुजूर का. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് മറുപടി പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. आयशा के अब्बा से. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഉപ്പായോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. अरे सीधे सीधे कह सकते थे अबू बकर सिद्दीक से, നേരിട്ട് തന്നെ പറയാമായിരുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറയാമായിരുന്നു. लेकिन वहां भी आयशा का नाम ले. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ഫിറ്റ് ചെയ്തു? आयशा से मोहब्बत है, उनके बाप से मोहब्बत है. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് സ്നേഹം, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ബാപ്പയോട് സ്നേഹം. तो यूसुफ अलैहिस्सलाम के अब्बा को यूसुफ अलैहिस्सलाम से मोहब्बत थी. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പയ്ക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. तो भाइयों में हसद पैदा हुआ അവരുടെ സഹോദരന്മാരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അസൂയ ഉണ്ടായി. कि इनको ही क्यों चाहते हैं, हमको क्यों नहीं चाहते. ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ആ ഇഷ്ടം നമ്മളോടില്ലല്ലോ. ये हसद बड़ी आग है, ഈ അസൂയ ഇത് വലിയൊരു തീയാണ്. दिमक की तरह खा जाती है. അത് ചെതലിനെ പോലെ അത് മനുഷ്യനെ തിന്നാൻ തുടങ്ങും. जिसको लगती है उसको खा जाती है. ആർക്ക് അസൂയ വന്നോ അതിനെ ചെതല് തിന്നുന്ന പോലെ അത് തിന്നുകളയും. तो इन भाइयों में हसद आया. ഈ സഹോദരന്മാരിൽ അസൂയ ഉണ്ടായി. तो इन्होंने अपने अब्बा से कहा कि इनको हमारे साथ भेजिए, हम शिकार के लिए जाएंगे. ഇദ്ദേഹത്തിനെ നമ്മളെ കൂടെ അയക്കിൻ പാപ്പ, ഞങ്ങളൊരു വേട്ടക്ക് പോവുകയാണ്. तो याकूब अलैहिस्सलाम कहने लगे, मुझे इत्मीनान नहीं है, तुम इनकी हिफाजत करोगे. എനിക്ക് അത്ര നന്നായി തോന്നുന്നില്ല, എനിക്ക് സമാധാനം തോന്നുന്നില്ല, നിങ്ങൾക്ക് ഇവനെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു സമാധാനമില്ല, ഒരു ഉറപ്പില്ല. बहुत तसल्ली दे के ले गए. അദ്ദേഹത്തിന് ആശ്വസിപ്പിച്ച്, ഒരുപാട് ആശ്വസിപ്പിച്ച് കൂടെ കൊണ്ടുപോയി. रात को रोते हुए आए രാത്രി കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. कि अब्बा हम शिकार के पीछे दौड़े, ये सामान के पास रह गए. നമ്മൾ വേട്ടമൃഗത്തിന്റെ പിന്നാലെ ഞങ്ങൾ ഓടി, യൂസുഫ് സാധനങ്ങളുടെ അടുക്കൽ തന്നെ നിന്നുപോയി. तो एक भेड़िए ने आके इनको फाड़ दिया. ഒരു ചെന്നായ വന്ന് കടിച്ചു കൊന്നു കളഞ്ഞു. हम सब शिकार के पीछे दौड़ गए थे. ഞങ്ങളെല്ലാരും വേട്ടമൃഗത്തിന്റെ പിന്നാലെ ഓടുകയായിരുന്നു, പായുകയായിരുന്നു. ये अकेले थे. ഞങ്ങളെല്ലാരും അതിന്റെ പിന്നാലെ പായുകയായിരുന്നു. ये अकेले थे. ഇദ്ദേഹം ഒറ്റക്കായിരുന്നു. जब वापस आके हमने देखा तो इनको भेड़िए ने फाड़ दिया. ആ സമയം നമ്മൾ വന്ന് നോക്കുമ്പോഴേക്ക് ചെന്നായി തിന്നു കളഞ്ഞിട്ടുണ്ട്. और आप हमारी बात पर यकीन नहीं करेंगे, ये उनका जुब्बा है. ഇത് ഞങ്ങൾ പറഞ്ഞ ചിലപ്പോൾ വിശ്വസിക്കില്ല എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ യൂസുഫ് നബി അലൈഹി സ്വലാം ധരിച്ച ജുബ്ബ ഇതാ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. उस पर खून के धब्बे लगा के लाए. നിങ്ങൾ കണ്ടില്ലേ, ചോര ഉണ്ട്. ഇതാ ഈ ചോര അവര് വേറെ പുരട്ടിയ ചോര കാണിച്ചു കൊടുത്തു. उस पर देखिए उनका खून लगा है. കണ്ടോ, അദ്ദേഹത്തിന്റെ ചോര അതിൽ ആയിട്ടുണ്ട്. याकूब अलैहिस्सलाम कहने लगे कि वो भेड़िया बड़ा समझदार था, उसने पहले कुर्ता उतार के बाजू रखा और फिर इनको फाड़ा. അപ്പം യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഉപ്പ പറയണ്ടായി, ഈ ചെന്നായ വളരെ ബുദ്ധിമാനാണ്, കാരണം ആദ്യം കുർത്ത ഊരി വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ തിന്നു കളഞ്ഞതെന്ന് തോന്നുന്നു. अरे भाई बात समझ में आ रही है. മനസ്സിലായോ നിങ്ങൾക്ക്? अगर भेड़िया फाड़ता तो कुर्ता सालिम रहता. അഥവാ ചെന്നായ കടിച്ചു കീറി കഴിഞ്ഞാല് കുർത്ത അത് അതിന്റെ രൂപത്തിൽ തന്നെ ബാക്കിയാവുമോ? അത് കീറിപ്പോവില്ലേ? तो तार तार हो जाता. അത് കീറി ചിന്ന ഭിന്നമായി പോയനെ. तो कुर्ता तो फटा नहीं और यूसुफ फट गए. കുർത്ത കീറിയില്ല, പക്ഷെ യൂസുഫ് നബിയെ കടിച്ചു കീറി. मैं तुम्हारी सब मक्कारियां जानता हूं. ഞാൻ നിങ്ങളുടെ എല്ലാ കുതന്ത്രങ്ങളെയും അറിയുന്നവനാണ്. लेकिन मैं क्या करूंगा,
ഫസബ്റുൻ ജമീൽ. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഫസബ്റുൻ ജമീൽ, ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്നവരെ അല്ലാഹു സുബ്ഹാനഹു തആല സഹായിക്കും. और ये इनको एक कुएं में, बड़े कुएं, उसमें वो ताक होते थे, तो उस ताक में इनको रख दिया. ഈ പൊട്ടക്കിണറ്റിൽ അവരെന്ത് ചെയ്തു? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഇട്ടു. एक काफिला आया, वो निकाल के ले गया कि क्या बेहतरीन माल है. ഒരു യാത്രാ സംഘം വന്നു, അദ്ദേഹത്തിനെ കണ്ടെത്തി, അദ്ദേഹത്തിനെ കൊണ്ടുപോയി. എന്തൊരു മുതലാണ്, എന്തൊരു ഭംഗിയുള്ള കുട്ടിയാണ്. मिस्र में बेचेंगे, इतना माल आएगा कि हमारी पीढ़ियां पीढ़ियां नस्लें नस्लें खाती रहेंगी. ഈജിപ്തിൽ കൊണ്ടുപോയി വിറ്റേക്കാവും. എന്തായാലും ഇതിന് കിട്ടാൻ പോകുന്ന വില, തലമുറകളോളം ഇരുന്ന് തിന്നാൻ പറ്റുന്ന വില ഈ ഇതിനെ അടിമയാക്കി വിറ്റാൽ കിട്ടുമെന്ന് മനസ്സിലാക്കി കൊണ്ടുപോയി കളഞ്ഞു. एक के बाद एक हालात. ഓരോ പ്രയാസത്തിന്റെ മേൽ പ്രയാസം, പ്രയാസത്തിന്റെ മേൽ പ്രയാസം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മേൽ. मिस्र में बाजार में बेचे गए गुलाम बनाकर. उस जमाने में जिसका कोई वाली वारिस नहीं होता था, पूछने वाला नहीं होता था, कोई रिश्तेदार नहीं होता था, उसको गुलाम बना के बेच देते थे. ഈജിപ്തില് മിസ്റിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് വിറ്റു. ആ കാലഘട്ടത്തില് ചോദിക്കാനും പറയാനൊന്നും ആരില്ലാത്തവര്, വാപ്പമാരില്ലാത്തവർ, രക്ഷിതാക്കളില്ലാത്ത കുട്ടികളെ അവരൊക്കെ കൊണ്ടുപോയി ആൾക്കാർ വിൽക്കപ്പെടുന്ന കാലഘട്ടം, അടിമച്ചന്തകളിൽ വിൽക്കപ്പെടുന്ന കാലഘട്ടം. वजीर ने खरीदा और अपने घर में गुलाम बनाकर रखा. മന്ത്രി, അവിടെയുള്ള മന്ത്രി വാങ്ങി തന്റെ വീട്ടിൽ കൊണ്ടുപോയി അടിമയാക്കി വെച്ചു. उसकी बीवी इन पर आशिक हो गई. ഭാര്യക്ക് അദ്ദേഹത്തിന്റെ മേൽ വലിയൊരു ആഗ്രഹമുണ്ടായി. ഭാര്യക്ക് പ്രേമം തോന്നി. യൂസുഫ് अलैहिस्सलाम. तो उसने इनको फांसने के लिए सारे दरवाजे बंद करवा दिए. അദ്ദേഹത്തിനെ കൊടുക്കാൻ വേണ്ടി മുഴുവൻ വാതിലുകളും അടച്ചു. और फिर उसने कोशिश की कि ये उस पर हाथ डाले. എന്നിട്ട് അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. यूसुफ अलैहिस्सलाम देख रहे हैं सब दरवाजे बंद हैं. യൂസുഫ് നബി അലൈഹി സ്വലാം മനസ്സിലാക്കി എല്ലാ വാതിലുകളും അടക്കപ്പെട്ടിരിക്കുകയാണ്. इसने फांस लिया है, കുടുക്കി കളഞ്ഞു 4 ഭാഗത്തുനിന്നും. लेकिन वो दौड़े. പക്ഷെ യൂസുഫ് നബി അലൈഹി സ്വലാം വാതിൽക്കലേക്ക് ഓടി, दरवाजे की तरफ. വാതിലിന്റെ നേരെ ഓടാൻ തുടങ്ങി. जब दरवाजे के पास पहुंचे वो खुला. ഓരോ വാതിൽക്കൽ എത്തുമ്പോൾ ആ വാതിൽ തുറന്നു. एक फिर दूसरे के पास गए, वो खुला. 7 दरवाजे. രണ്ടാമത്തെ വാതിലിന്റെ അടുക്കൽ എത്തിയപ്പോൾ രണ്ടാമത്തെ വാതിൽ തുറന്നു. വാതിലുകൾ ഒന്നിന് പിറകെ തുറന്നുകൊണ്ടേയിരുന്നു. वो जैसे बैंकों में होते हैं ना, ബാങ്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? एयरपोर्ट पे होता है दरवाजा, എയർപോർട്ടിൽ ഉണ്ടാവാറുണ്ട്. वो गिलास के दरवाजे. ഗ്ലാസിന്റെ വാതിലുകൾ. आदमी नजदीक जाता है, खुलता है. ആൾ അടുത്തെത്തി കഴിഞ്ഞാൽ വാതിൽ തുറക്കും. सेंसर डोर. സെൻസറുള്ള ഡോറ്. तो यूसुफ अलैहिस्सलाम जब दरवाजे की तरफ बढ़े, वो दरवाजा खुला. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വാതിൽക്കലേക്ക് ഓടിയപ്പോൾ വാതിൽ തന്നെത്താൻ തുറന്നു. 7 दरवाजे खुले और वो बाहर आ गए. വാതിലുകൾ തുറന്നു പുറത്തെത്തി. जब इसने देखा कि मेरी तरकीब बिगड़ गई, तो उसने इन पर इल्जाम लगाया कि इन्होंने मेरे ऊपर हाथ डालने की कोई. ഈ പെണ്ണിന് മനസ്സിലായി എന്റെ പിടിയിൽ നിന്നും ഇവൻ രക്ഷപ്പെട്ടു. അപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തു? തിരിച്ച് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മേൽ ആരോപണം ഉന്നയിച്ചു. ഈ ആള് എന്നെ ബുദ്ധിമുട്ടിക്കാൻ, എന്നെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. लोग किसकी सुनेंगे? वजीर की बीवी की सुनेंगे या गुलाम की सुनेंगे? ജനങ്ങൾ ആര് പറയുന്നത് കേൾക്കും? മന്ത്രിയുടെ ഭാര്യ പറയുന്നത് കേൾക്കുമോ, അല്ലെങ്കിൽ ഒരു അടിമയുടെ വർത്താനം കേൾക്കുമോ? तो जेल में डाल दिए गए. ജയിലിൽ ഇടപെട്ടു. 10 साल यूसुफ अलैहिस्सलाम जेल में रहे. 10 നീണ്ട വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. 10 साल कोई मामूली जमाना है? 10 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാലഘട്ടമാണ്, ഒരു ചെറിയ പീരീഡ് ആണോ? मिस्र की जेलें बड़ी सख्त जेलें हैं. മിസ്റിന്റെ ജയില് വളരെ കഠിനമായ ജയിലായിരുന്നു. और केस की कोई डेट नहीं. കേസ് തീർക്കാൻ ഒരു ഡേറ്റ് ഒന്നുമില്ല, എന്ന് തീരുമെന്നറിയില്ല. हियरिंग कब है? कोई डेट नहीं. ഹിയറിംഗ് എന്നാണ്, എന്ന് എന്നെ വിചാരണക്ക് എടുക്കും, അങ്ങനെ ഒന്നുമില്ല, ഡേറ്റ് ഒന്നുമില്ല. അതിങ്ങനെ നീണ്ട അനന്തമായ ജയില്. एक मुसाफिर है, गरीब है, परदेसी है, पड़ा हुआ है, कोई वाली वारिस नहीं, पूछने वाला नहीं. साल पर साल गुजर रहे हैं. ഒരു യാത്രക്കാരനാണ്, ഒരു ദരിദ്രനാണ്, ഒരു ഭൃത്യനാണ്, ദാസനാണ്,
ചോദിക്കാനും പറയാൻ ആളില്ലാത്തവനാണ് വർഷങ്ങളോളം ജയിലിൽ കിടക്കപ്പെടുക. तो हालात बिगड़ते ही जा रहे हैं. അവസ്ഥ മോശമായി കൊണ്ടേ പോവുകയാണ്. लेकिन जेल में भी उन्होंने अपना काम नहीं छोड़ा. പക്ഷെ ജയിലിലും അദ്ദേഹത്തിന്റെ ജോലി ഒഴിവാക്കിയില്ല. नबी का काम क्या? നബിയുടെ ജോലി എന്താണ്? बंदों को अल्लाह की तरफ बुलाना, അടിമകളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കൽ, उनका रुख अल्लाह की तरफ करना, അവരുടെ വഴി അള്ളാഹുവിലേക്ക് ആക്കി തീർക്കൽ. तो ये काम वो जेल में भी करते रहे. അദ്ദേഹം ആ ജോലി ജയിലിലും ചെയ്തു. अभी चंद दिन पहले हमारे यहाँ बेंगलुरु में एक झगड़ा हो गया. കുറച്ച് ദിവസം മുമ്പ് ബാംഗ്ലൂരിൽ ഒരു ചെറിയ കലഹം നടന്നു. उसमें बहुत से नौजवानों को जेल में डाल दिया गया. കുറെ ചെറുപ്പക്കാരെ പിടിച്ച് ജയിലിൽ അടക്കപ്പെട്ടു. एक मुफ्ती साहब नमाज पढ़ा के आ रहे थे, पुलिस उनको भी पकड़ के ले गई. ഒരു മുഫ്തി സാഹിബ് പള്ളിയിൽ ഇമാമത്ത് നിന്ന് നമസ്കരിച്ച് തിരിച്ചു വരണ്ടായിരുന്നു. പോലീസ് അദ്ദേഹത്തിനെയും പിടിച്ചു. वो समझा बता रहे हैं, देख भैया मैं नमाज पढ़ाने गया था, मैं नमाज पढ़ा के आया हूँ, मेरा यहाँ घर है, घर जा रहा हूँ. तो वो तो ना देखते हैं ना सुनते हैं. वो कहेंगे नहीं कर्फ्यू का टाइम अभी ख़त्म नहीं हुआ, 6 बजे कर्फ्यू ख़त्म होता है, उससे पहले क्यों आ गए, चलो उनको भी पकड़ के जेल में डाल. അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച്, ഞാൻ മൗലവിയാണ്, ഞാൻ പള്ളിയിൽ ഇമാമത്ത് നിന്നിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്, ഇവിടാണ് എൻ്റെ വീട്, ഞാൻ പോവാണ്. ഈ സന്ദർഭത്തിൽ എന്താ സംഭവിക്കുക? അവർ കാണൂല്ല കേൾക്കൂല്ല. 6 മണി വരെ കർഫ്യൂ ആണ്, നിങ്ങൾ എന്തിനു ഈ സമയത്ത് ഇറങ്ങി നടന്നു? അദ്ദേഹത്തിനും പിടിച്ചു, ജയിലിട്ടു. अब वहाँ गए तो बहुत से मुसलमान नौजवान, അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം കണ്ടു ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരുണ്ട് ജയിലിൽ നിറച്ചു. उनको समझाया कि भाई देखो ये हालात किसकी तरफ से आए हैं. അദ്ദേഹം അവരെ പറഞ്ഞു മനസ്സിലാക്കി, നോക്കി ഈ അവസ്ഥ ഇത് എങ്ങനെയാണ്, ഇതിന്റെ പിന്നിൽ ആരാണ്, ഇത് ആരുണ്ടാക്കിയതാണ് ഈ അവസ്ഥ, किसकी तरफ से आए हैं. ആരുടെ ഭാഗത്തു നിന്നാണ് നമ്മുടെ മേൽ ഈ അവസ്ഥ ഉണ്ടായത്? अल्लाह की तरफ से आए हैं. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. कौन दूर करेगा? ആരാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്? अरे कौन दूर करेगा भाई? അള്ളാഹ്. अल्लाह ही की तरफ से आए हैं, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്, वही दूर करेगा. അവനാണ് ഇത് ദൂരമാക്കി തരേണ്ടത്. आओ नमाज पढ़ें, दुआ मांगे. പറയും, വരി എല്ലാവരും ഇൻഷാല്ലാ നിസ്കരിക്കാം, ദുആ ചെയ്യാം. तो गश्त करके जमात बना के नमाज शुरू कर दी. അദ്ദേഹം ഗസ്റ്റ് ചെയ്തു, ജമാഅത്ത് ഉണ്ടാക്കി, നമസ്കാരം തുടങ്ങി. और ऐसे हाल में आदमी का दिल नरम होता है, वो सब आ गए नमाज में. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കുടുങ്ങും മനുഷ്യരല്ലെങ്കിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആവും. ആൾക്കാരെല്ലാവരും ഒന്ന് നമസ്കാരവും ദുആ എല്ലാം തുടങ്ങി. नमाज के बाद तालीम की. നമസ്കാരത്തിന് ശേഷം താലീം തുടങ്ങി. मस्जिद में तो अल्टीमेटम देते हैं, 5 मिनट के ऊपर नहीं करना, मौलवी साहब करोगे तो मैं कल से नहीं बैठता. പള്ളിയിൽ നമ്മൾ പറയും, മൗലവി സാബ് ഏറിയെന്ന് 5 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ വായിച്ചാൽ നാളെ മുതൽ ഞാനിരിക്കൂല കേട്ടോ. हमको बहुत काम है. നമുക്ക് കുറെ പണിയുണ്ട്. यहाँ क्या काम है? ഇവിടെ എന്താ പണി? ജയിലില്. तो तालीम के बाद उन्होंने हल्के बनाए. താലീമിന് ശേഷം അദ്ദേഹം നീണ്ട താലീമിന് ശേഷം അദ്ദേഹം ഹൽക്കകൾ ഉണ്ടാക്കി. कुरान सीखो. ഖുറാൻ പഠിക്കാൻ എല്ലാവരും 2 की जोड़ियां बनाई. 2 3 ജോഡികൾ ഉണ്ടാക്കി ഖുറാൻ പഠിക്കാൻ വേണ്ടി. ठीक नहीं है याद करो, ठीक करो, याद नहीं है कम से कम 10 सूरतें याद कर लो. ഓതാൻ അറിയാത്തവര് ഓതാൻ ശരിയാക്കി 10 സൂറത്തെങ്കിലും അറിയാത്ത ആൾക്കാർ 10 സൂറത്തുകൾ പഠിക്കിൻ. तो नमाज हुई, तालीम हुई, कुरान के हल्के हुए, ऐसा लगने लगा कि छोटा इज्तिमा हो रहा है. ഇപ്പൊ നമസ്കാരമായി, പിന്നെ താലീമായി, അതിനുശേഷം ഖുർആന്റെ ഹൽക്കായി. അപ്പൊ ആ ജയില് ഒരു ഇസ്തിമ നടക്കുന്ന ഒരു സ്ഥലം പോലെ ആയിട്ട് മാറി. रोजाना इज्तिमा, ദിവസവും ഇസ്തിമ തന്നെ, എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ സമ്മേളനം, ഇസ്തിമ. तो वो जो कैदी थे वो कहने लगे कि मौलवी साहब आप नहीं आए हो, आपको अल्लाह ने हमारे लिए भेजा है. അപ്പൊ തടവുകാര് പറഞ്ഞ്, മൗലവി സാബ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതല്ല സ്വന്തം നിലയിൽ, അള്ളാഹു നിങ്ങളെ ഇങ്ങോട്ടേക്ക് നമുക്ക് വേണ്ടി അയച്ചതാണെന്ന് പറഞ്ഞു. हमारे लिए अल्लाह ने भेजा है आप. നിങ്ങൾ അള്ളാഹു നമുക്ക് വേണ്ടി നിങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചതാണെന്ന് പറഞ്ഞു. उनके अब्बा हमारे यहाँ सुल्तान शाह में बहुत सारी जमातों की खिदमत करते हैं. ഈ മുഫ്തി സാഹിബിന്റെ വാപ്പ നമ്മുടെ സുൽത്താൻ ഷാ പള്ളിയിൽ ജമാഅത്തുകളുടെ ഖിദ്മത്തിനൊക്കെ വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്ന ആളാണ്. तो एक दिन आके कहने लगे कि आज बेटे का फोन आया. പറഞ്ഞു, ഇന്ന് മകന് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ജയിലിൽ നിന്ന്. उसने किसी ने दिया होगा फोन, तो उसने अपनी अम्मा से बात की. അദ്ദേഹത്തിന്റെ ഉമ്മയുമായിട്ട് സംസാരിച്ചു. ആരോ കൊടുത്തതായിരിക്കും ഫോണ്, പോലീസാരെങ്കിലും. तो अम्मा रो रही है कि बेटा तेरे आने की क्या, कौन सी तारीख को आएगा,
तेरी जेल कब खत्म होती है, तू कब आएगा। अम्मा रो रही है और वो कह रहे हैं नहीं अम्मा मैंने 4 महीने का इरादा कर लिया है। തർജ്ജമയ്ക്ക് कोई जरूरत नहीं है. അപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും. അപ്പൊ ഉമ്മ പറഞ്ഞ് ഉമ്മക്ക് ഫോൺ എടുത്തപ്പോ ഉമ്മ കരയാൻ തുടങ്ങി. മോനെ നീ എവിടാണ്, നീ എപ്പോഴാ മോനെ വരിക, നീ എന്നാ മോനെ വരിക പറഞ്ഞു. ഉമ്മ ഇല്ല ഞാൻ 4 മാസത്തേക്ക് ഇൻഷാല്ലാ നിയത്ത് വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. सबको कुरान सिखाना है, नमाज सिखाना है, ഇവർക്കൊക്കെ ഖുറാൻ പഠിപ്പിക്കണം, ഇവർക്കൊക്കെ നമസ്കാരം പഠിപ്പിക്കണം. അതുകൊണ്ട് 4 മാസം കഴിഞ്ഞിട്ടേ ഞാൻ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. वैसे 4 महीने गया नहीं, अब 4 महीने अल्लाह ने भेज दिया है. ഞാൻ 4 മാസം പോയിട്ടുണ്ടായിരുന്നില്ല, അള്ളാഹു 4 മാസം എന്നെ അയച്ചതാണെന്ന് പറഞ്ഞു. तो मैंने 4 महीने इरादा कर लिया है. അതുകൊണ്ട് ഞാൻ 4 മാസത്തേക്ക് നിയത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. अब वो बीवी ने बात की, वो रोने लगी, तुम कब आते हो, तुम मुझे याद आते हो. वो बीवी बोल रही है, बोलते नहीं मैं बड़े मजे में हूँ, मैं वहां भी इमाम साहब यहाँ भी ഇമാം സാബ്. ഭാര്യക്ക് ഫോൺ എടുത്തപ്പോ ഭാര്യ കരയാൻ തുടങ്ങി. നിങ്ങൾ എവിടെയാണ്, നിങ്ങളെ കാണാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമാണ്, ബേജാറാണ്. പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട, പ്രയാസപ്പെടുന്നും വേണ്ട, ഞാൻ വലിയ സന്തോഷത്തിലാണ്, വലിയ സുഖത്തിലാണ്. ഞാൻ നാട്ടിലും ഇമാമായിരുന്നു, ഇവിടെ ഞാൻ ഇമാം തന്നെയാണ്, ഇമാം സാഹിബ് തന്നെയാണെന്ന് പറഞ്ഞു. യൂസുഫ് അലൈഹിസ്സലാം ने अपना काम किया. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ അദ്ദേഹത്തിന് ജോലി ചെയ്തു. बंदों को समझा कर अल्लाह की तरफ रुख करते. അടിമകളെ പറഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിന്റെ അടുക്കലേക്ക്, അള്ളാഹുവിന്റെ വലിപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുമായിരുന്നു. इस तरह बरसों गुजर गए. ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. अब अल्लाह का गैबी निजाम दूसरा दौर, അള്ളാഹുവിന്റെ വലിയ ഗൈബിയായ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ഏർപ്പാട് രണ്ടാമത്തെ കാലഘട്ടം തുടങ്ങി. एक दौर खत्म हुआ है ये बलाओं का, मुसीबतों का. अब दूसरा दौर आता है अल्लाह की मदद, अल्लाह की नुसरत. ഒരു കാലഘട്ടം അള്ളാഹുവിന്റെ ബല, പരീക്ഷണങ്ങള്, മുസീബത്തുകള്, പ്രയാസങ്ങള്. രണ്ടാമത്തെ കാലഘട്ടം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ. 2 कैदियों ने ख्वाब देखा. 2 തടവുകാര് സ്വപ്നം കണ്ടു. किससे पूछना इसकी ताबीर? ആരോടപ്പ ചോദിച്ചാൽ ഇതിനെ കുറിച്ചൊന്നും മനസ്സിലാവുക എന്ന് ചിന്തിക്കാൻ തുടങ്ങി, ആലോചിക്കാൻ തുടങ്ങി. वो है ना हजरत, उनसे पूछो. അപ്പൊ ഒരാൾ പറഞ്ഞു അതാ ഹസ്രത്തില്ലേ, മൂപ്പരോട് ചോദിച്ചാൽ മതി, മൂപ്പര് പറഞ്ഞിരുന്നു പറഞ്ഞു. तो ताबीर बताई. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്ത് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. वो पूरी हो गई. അദ്ദേഹം ഫുള്ള് അതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. उनमें का एक कैदी बादशाह के पास मुलाजिम बना. അദ്ദേഹം പറഞ്ഞു നിങ്ങളിൽ ഈ സ്വപ്നം കണ്ട ആള് അദ്ദേഹം രാജാവിന്റെ അടുക്കൽ സേവകനായിട്ട് ജോലി കിട്ടും. उसकी खिदमत में लगा. നിങ്ങൾ അദ്ദേഹത്തിന്റെ സേവകനായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. बादशाह ने ख्वाब देखा. പിന്നീട് രാജാവ് ഒരു സ്വപ്നം കണ്ടു. उसने दरबार में बयान किया कि इसकी ताबीर बताओ. അദ്ദേഹത്തിന്റെ ദർബാറിൽ ആ സ്വപ്നത്തെ വിവരിച്ചതിന് ശേഷം ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എനിക്ക് പറഞ്ഞു തരുന്നെന്ന് സദസ്യരോട് പറയുകയുണ്ടായി. पूरे दरबार में कोई ताबीर नहीं बता सका. ആ സദസ്സിൽ ആർക്കും അതിന്റെ ഒരു വ്യാഖ്യാനം പറയാൻ സാധിച്ചില്ല. हालांकि दरबार में बड़े बड़े समझदार लोग होते थे. ആ ദർബാറിലിരിക്കുന്ന സദസ്യരൊക്കെ വലിയ വലിയ ബുദ്ധിയുള്ള അറിവുള്ള ആൾക്കാരാണെങ്കിൽ പോലും ആർക്കും രാജാവ് കണ്ട സ്വപ്നത്തിന്റെ ഒരു വ്യാഖ്യാനം പറയാൻ സാധിച്ചില്ല. उनको वजीर बनाते इसलिए थे कि हुकूमत के काम में वो बादशाह की मदद करें. അവരെ മന്ത്രിമാരാക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? രാജാവിന്റെ ഭരണകാര്യത്തിൽ രാജാവിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഉപദേശങ്ങളും സഹായങ്ങളും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ മന്ത്രിയാക്കുന്നത്, വസീറാക്കുന്നത്. तो उन्होंने बादशाह के ख्वाब को कोई बता नहीं सका क्या ताबीर है इसकी. അപ്പൊ ഈ സദസ്സിലുള്ള ആർക്കും രാജാവിന്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയാൻ സാധിച്ചില്ല. उस कैदी को ख्याल आया जो इनके साथ यूसुफ अलैहिस्सलाम की कैद में था कि हमने ख्वाब देखा था, तो हमारे वो बुजुर्ग जो जेल में हैं उन्होंने ताबीर बताई थी, वो सही निकली थी. उसे याद आया, उसने बादशाह से कहा कि मैं एक आदमी को जानता हूँ, वो ताबीर बताता है, मेरी ताबीर बताई सही आई. രാജാവിന്റെ സേവകന് പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാൻ അന്നൊരു സ്വപ്നം കണ്ടിരുന്നല്ലോ, അത് ഞാൻ ജയിലിലുള്ള ഒരു മഹാനായ ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞപ്പം അദ്ദേഹം അത് വിവരിച്ചത് തന്നതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഫലിച്ചല്ലോ. അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഓർമ്മ വന്നു, ഈ വിഷയം രാജാവിനോട് പറഞ്ഞു. ഞാനൊരു സ്വപ്നം കണ്ടതിന് അദ്ദേഹം പറഞ്ഞ വ്യാഖ്യാനം അതുപോലെ തന്നെ ആവുകയും ഞാൻ താങ്കളുടെ സേവനാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ജയിലിലുള്ള ഇയാൾക്ക് താങ്കളുടെ വ്യാഖ്യാനം പറഞ്ഞു തരാൻ സാധിക്കുമെന്ന് അദ്ദേഹം രാജാവിനെ അറിയിച്ചു. अब अल्लाह का गैबी निजाम हरकत में आया. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അദൃശ്യമായ സഹായത്തിന്റെ വാതിലുകൾ തുറക്കാൻ തുടങ്ങിയതാണ്. ये अल्लाह का एक गैबी निजाम है. ഇത് അള്ളാഹുവിന്റെ അദൃശ്യമായ ഒരു ഏർപ്പാടുകളാണ്.
वो गैबी निजाम दुनिया को चलाता है. ഈ അദൃശ്യമായ ഏർപ്പാടുകളാണ് ദുനിയാവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. इस वक्त रात है, ഈ സമയം ഇപ്പോൾ രാത്രിയാണ്. इसको दिन से कोई बदल नहीं सकता. ഇത് പകലിനെ കൊണ്ട് ആർക്കും മാറ്റാൻ സാധിക്കില്ല. वो अपने वक्त पर रात आती है, अपने वक्त पर दिन आता है. അത് അതിന്റെ സമയത്താണ് രാത്രി വരുന്നത്. പകലുകൾ അതിന്റെ സമയത്ത്, നിർണയിക്കപ്പെട്ട സമയത്താണ് പകലുകൾ വരുന്നത്. ये अल्लाह का निजाम है. ഇത് അള്ളാഹുവിന്റെ ഏർപ്പാടാണ്, അള്ളാഹുവിന്റെ നിസാമാണ്. बारिशें वो बरसाता है. ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഏർപ്പാടാണ്, അള്ളാഹു ചെയ്യുന്നതാണ്. कब बरसाना कब नहीं बरसाना, എപ്പം വർഷിക്കണം എപ്പം വർഷിക്കേണ്ട, ये अल्लाह का निजाम है. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ ഏർപ്പാടാണ്. लिल्लाहि मा फिस समावाति व मा फिल अर्द, जमीनों आसमानों पर अल्लाह का राज है. ആകാശ ഭൂമികൾ മുഴുവനും അള്ളാഹുവിന്റെ സാമ്രാജ്യമാണ്, അള്ളാഹുവിന്റെ നിയമമാണ് അവിടെ നടപ്പാക്കപ്പെടുന്നത്. तो बादशाह ने कहा जल्दी बुलाओ उनको. രാജാവ് പറഞ്ഞു വേഗം വിളിക്കി, ആളെ വിളിപ്പിക്കും. वो बुलाए गए. जब उनको फिर ख्वाब सुनाया बादशाह ने, അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർണ്ണമായി കേൾപ്പിക്കപ്പെട്ടു. तो इन्होंने बादशाह से कहा कि पहले मेरे मामले की तहकीक कराओ. ഇപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആദ്യം ഞാൻ പറയാം, പക്ഷെ ആദ്യം എന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു വിചാരണ ചെയ്യും, എന്നെ കുറിച്ചൊന്ന് നിങ്ങൾ അന്വേഷിക്കും. मैं इस इल्जाम के साथ हाकिम बनना नहीं चाहता. ഞാൻ ഈ ആരോപണത്തോടു കൂടി ഞാൻ ഒരു സദസ്യനായി രാജ കൊട്ടാരത്തിന്റെ ഒരു സദസ്യനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഹാക്കിമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. जब तहकीक की तो मालूम हुआ कि ये बेकसूर थे, इल्जाम लगाने वाली वो बहुतान लगा रही थी. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി യൂസുഫ് നബി അലൈഹി സ്വലാം നിരപരാധിയാണെന്നും ആരോപണം ഉന്നയിച്ചോ അവരാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിറകിലെന്നും മനസ്സിലായി. तो इल्जाम खत्म हो गया. അതോടുകൂടി ആരോപണം ഒഴിവായി. अब उन्होंने ख्वाब की ताबीर बताई. അദ്ദേഹം സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. कि 7 साल बहुत जबरदस्त फसल होगी. 7 വർഷം, നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, 7 വർഷം വലിയ കൃഷി, അതിന്റെ ഹാർവസ്റ്റ്, വലിയ ബമ്പർ കൃഷി നടക്കും. उसके बाद के 7 साल कहत आएगा. അതിനുശേഷം 7 വർഷം വലിയ ക്ഷാമം, വരൾച്ച ഉണ്ടാവും. तो 7 साल में जो बम्पर क्रॉप होगी उसको बचाओ आने वाले कहत के सालों के लिए. അതുകൊണ്ട് നിങ്ങളുടെ ഈ 7 വർഷത്തിൽ നിങ്ങൾക്ക് അധികം മിച്ചം വരുന്ന നിങ്ങളുടെ ബമ്പർ ക്രോപ്പ്, നിങ്ങളുടെ ഈ ധാന്യങ്ങള്, ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വരാൻ പോകുന്ന 7 വർഷത്തിന്റെ വരൾച്ച, ക്ഷാമത്തിന്റെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ തയ്യാറാക്കി സൂക്ഷിച്ചെടുത്തു വെക്കണം. तरकीब बताई. അതിനുള്ള രീതി പറഞ്ഞു കൊടുത്തു. कि जितनी फसल की जरूरत, जितना खाने की जरूरत है उतना निकालो उसमें से, वो भुट्टे में से, बाली में से. पूरा निकाल दोगे तो वो खराब हो जाएगी. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചെടിയിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്തത് പറിച്ചെടുത്താൽ മതി, ബാക്കിയെ നിങ്ങൾ അവിടെ തന്നെ വെക്കും. इस तरह उसे महफूज रखो 14 साल. ഇല്ലെങ്കിൽ അത് ചീത്തയായിപ്പോ. ഇങ്ങനെ നിങ്ങൾക്ക് 14 വർഷം അതിനെ സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ള അതിന്റെ ഉപായം പറഞ്ഞു കൊടുത്തു. फिर उसके बाद बोने के लिए बीज भी रहना. അതിന് ഈ 14 വർഷത്തിന് ശേഷം ഉപയോഗം കഴിഞ്ഞാലും പിന്നീട് വിത്തിടാനുള്ള ധാന്യം പോലും ബാക്കി വെക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു. तो 15 साल का प्लान बताया. 15 വർഷത്തേക്കുള്ള പ്ലാൻ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തു അദ്ദേഹം. 7 साल जबरदस्त फसल, 7 साल कहत, और उसके बाद अगले साल बोने के लिए भी बीज रखना. 7 വർഷം അധികമായി വരുന്ന ഉൽപ്പന്നം, 7 വർഷത്തിന്റെ ക്ഷാമം, അതിനുശേഷമുള്ള 1 വർഷത്തേക്കുള്ള വിത്തും, അതിനുള്ള മുഴുവൻ ഏർപ്പാടുകൾ, അതിനെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണ്ടായി. 15 साल का प्लान. 15 വർഷത്തേക്കുള്ള പ്ലാൻ ഉണ്ടാക്കി. बादशाह ने कहा कि ये दर्द सर मेरे बस का नहीं है. രാജാവ് പറഞ്ഞു, ഇത് എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, तुम कर सकते हो? നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. उन्होंने कहा हाँ मैं कर सकता हूँ, इन्नी हफीज और अलीम. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചെയ്യാൻ സാധിക്കും, ഇന്നി ഹഫീദുൻ അലീം എന്ന് പറഞ്ഞു. तो बादशाह ने कहा लो हुकूमत संभालो. അപ്പൊ രാജാവ് പറഞ്ഞു, എന്നാ നീ എന്ത് ചെയ്തോ, രാജ്യം നീ നടത്തിക്കോ 15 വർഷം. ये अल्लाह का गैबी निजाम है ഇതാണ് അള്ളാഹുവിന്റെ ഗൈബിയായ ഏർപ്പാട് സഹോദരന്മാരെ. कि जेल से निकाले गए, इल्जाम खत्म हो गया और फिर वजीर बनाए गए. ജയിലിൽ നിന്നും വന്നു, എല്ലാ ആരോപണങ്ങളിൽ നിന്നും ഒഴിവായി നേരെ രാജ്യത്തിനെ നിയന്ത്രിക്കുന്ന ആളായി മാറി. तो अब 7 साल फसल हुई. 7 വർഷം വമ്പിച്ച രീതിയിൽ കൃഷി ഉണ്ടായി. उन्होंने स्टॉक किया उसे. അദ്ദേഹം
അത് ചെയ്യേണ്ട രീതിയിൽ അതിനെ സ്റ്റോക്ക് ചെയ്തു. फिर 7 साल कहत के आए, 7 വർഷം വലിയ ക്ഷാമം ഉണ്ടായി. सबको उन्होंने अनाज दिया. അദ്ദേഹം എല്ലാവർക്കും ആവശ്യക്കാർക്ക് ഭക്ഷണധാന്യങ്ങൾ നൽകുകയുണ്ടായി. पूरे अरब में कहत, മുഴുവൻ അറേബ്യയിലും ക്ഷാമമുണ്ടായി. सिर्फ मिस्र में अनाज मिलता था. പക്ഷെ ഈജിപ്തിലെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അന്ന് ധാന്യം. तो याकूब अलैहिस्सलाम ने अपने बेटों से कहा कि बेटो जाओ, सुना है कि मिस्र में अनाज मिलता है, वहां से जाकर अनाज लाओ. യാക്കൂബ് നബി അലൈഹി സ്വലാം ആ സമയത്ത് പറഞ്ഞു, മക്കളെ നിങ്ങൾ പോയി മിസ്റിൽ മാത്രം ധാന്യമുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, അവിടെ പോയി നിങ്ങൾ അവിടെ നിന്നും ആവശ്യത്തിനുള്ള ധാന്യം അവരിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരീൻ എന്ന് പറഞ്ഞു. और अनाज खरीदने के लिए पैसा भी नहीं है. ആ ധാന്യം വാങ്ങാൻ ഒന്നും കൊടുക്കേണ്ടതില്ല. जो कुछ घर में था सब खा गए. വീട്ടിലുള്ള മുഴുവൻ ധാന്യങ്ങളും എല്ലാവരും തിന്നു കഴിഞ്ഞു. और गाय बकरी जानवर भी खा गए. മുഴുവൻ ജീവജാലം, മറ്റേ സാധാരണ പശു, ആട്, മാടുകള് അതിനെയും തിന്നു തീർന്നുപോയി. अनाज खरीदने के लिए पैसा भी नहीं है. ഇനി ധാന്യങ്ങൾ വാങ്ങാനുള്ള സമ്പത്ത് മുതലും പോലും ആൾക്കാരുടെ അടുത്ത് ബാക്കിയായില്ല. जो घर में सामान है वो उठा के ले जाओ. വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ കെട്ടിപ്പറക്കി അവരെന്ത് ചെയ്തു, ആ ധാന്യങ്ങൾ വാങ്ങാൻ വേണ്ടി പോയി. तो ये भाई आए, ഈ സഹോദരന്മാർ വന്നു, यूसुफ अलैहिस्सलाम के दरबार में आए. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ദർബാറിൽ अनाज यूसुफ अलैहिस्सलाम के ऑर्डर से मिलता था. യൂസുഫ് നബി അലൈഹി സ്വലാം നൽകുന്ന ഓർഡർ ഫോം പ്രകാരമാണ് ആൾക്കാർക്ക് ധാന്യം കിട്ടിയിരുന്നത്. कितने आदमी है घर में, एक साल का अनाज क्या चाहिए? വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? 7 ആൾക്കാർ. ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് എത്ര ധാന്യം വേണം എന്ന് ചോദിക്കപ്പെടുമായിരുന്നു. तो वो 1 साल का अनाज देते थे. ഒരു കൊല്ലത്തേക്കുള്ള ധാന്യം അവർക്ക് റേഷൻ നൽകുമായിരുന്നു. अब ये 10 भाई आए. അവർ 10 സഹോദരന്മാരാണ് വന്നത്. यूसुफ अलैहिस्सलाम ने देखते ही पहचान लिया कि मेरे ये भाई आए हैं. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് തന്റെ സഹോദരന്മാരാണെന്ന്. ये वो भाई हैं जिन्होंने मुझे घर से निकाला था. ഇത് എൻ്റെ സഹോദരന്മാരാണ്, എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി എന്നെ ഉപേക്ഷിച്ച എന്നെ ഈ അവസ്ഥയിലെത്തിച്ച എൻ്റെ സഹോദരന്മാർ. मिस्र में मेरे बिकने का जरिया ये बने थे. എന്നെ മിസ്റിൽ അടിമച്ചന്തയിൽ വിൽക്കപ്പെടാൻ ഇവരാണ് കാരണം. 10 साल जेल में गुजारने का जरिया ये बने थे. 10 വർഷം ഞാൻ ജയിലിൽ കിടന്നെങ്കിൽ അതിന് ഇവരാണ് കാരണക്കാർ. ये भाई आए हैं, ഈ സഹോദരന്മാരാണ് വന്നിരിക്കുന്നത്. मजबूर होकर आए हैं. അവർ ആവശ്യക്കാരായി ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. वो अच्छा, यूसुफ अलैहिस्सलाम ने पहचान लिया, भाइयों ने नहीं पहचाना. നിർബന്ധിതരായി വന്ന ഈ സഹോദരന്മാരെ യൂസുഫ് നബി അലൈഹി സ്വലാമിന് മനസ്സിലായെങ്കിലും പക്ഷേ ഈ സഹോദരന്മാർക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല, മനസ്സിലായില്ല. तो जमाना गुजर गया था. എത്രയോ വർഷങ്ങൾ കടന്നുപോയിരുന്നു. और फिर मिस्र का तख्त कहाँ यूसुफ? മാത്രമല്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സിംഹാസനത്തില് അന്ന് ഉപേക്ഷിക്കപ്പെട്ട തന്റെ സഹോദരൻ ഇരിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. उनका ख्याल भी नहीं गया कि वो यूसुफ होंगे. അവർക്ക് ഒരിക്കലും ചിന്ത പോലും വന്നില്ല ഇത് ഞങ്ങൾ ഉപേക്ഷിച്ച നമ്മുടെ യൂസുഫ് ആയിരിക്കാം എന്ന് അവർക്ക് മനസ്സിലായില്ല. तो वो आके कहते हैं कि अजीज मिस्र, ये भाई आके कहते हैं उनके दरबार पे, अजीज मिस्र, हम शरीफ लोग हैं, मांगने वाले नहीं हैं, हम मांगने वाले नहीं, हम तो शरीफ लोग हैं. लेकिन कहत उसने हमें मजबूर कर दिया है. हमारे पास खाने की कोई चीज नहीं है, हमारा बाप बूढ़ा है, हम तकलीफ से दिन गुजार रहे हैं. तो यूसुफ अलैहिस्सलाम की आंखों में आंसू आ गए कि मेरे घर का ये हाल है. अरे उस घर में नबी मौजूद है, याकूब अलैहिस्सलाम, तो मेरे घर में ये हाल हो रहा है. तो उनकी आंखों में आंसू आ गए. उन्होंने साल भर का अनाज दिया. फिर फरमाया कि अगले साल भी आओ, मैं तुम्हें अगले साल भी अनाज दूंगा. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു, രാജാവേ, നമ്മള് ഒരു വർഷത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി താങ്കളുടെ അടുക്കൽ വന്നതാണ്. ഞങ്ങള് ചോദിക്കുന്ന ഭിക്ഷക്കാരൊന്നുമല്ല, ഞങ്ങൾ നമ്മുടെ നാട്ടിലെ വേണ്ടപ്പെട്ടവരും പ്രമാണിമാരുമാണ്, നല്ല ആൾക്കാരാണ്, ഞങ്ങള് കുലീനതുള്ള ആൾക്കാരാണ് ഞങ്ങള്. പക്ഷെ ക്ഷാമം നമ്മുടെ നടുവൊടിച്ചു. ഞങ്ങളുടെ നാട്ടില്, നമ്മളെ വീട്ടില് ഒന്നുപോലും ബാക്കിയായില്ല. ഞങ്ങളുടെ 10 മക്കളും ഞങ്ങളുടെ വാപ്പയും, വയസ്സനായ വാർദ്ധക്യത്തിലുള്ള പ്രായം ചെന്ന വാപ്പയുമാണ് വീട്ടിലുള്ളത്. അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് ധാന്യങ്ങൾ നൽകണമെന്ന് അവരപേക്ഷിച്ചു.
ഇത് കേട്ടപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ സങ്കടം ഉണ്ടായി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ വീട്ടിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ. ഏത് വീട്? ആ വീട്ടിൽ ആ സമയത്ത് ഒരു നബി നിലവിലുണ്ട്. അള്ളാഹു തെരഞ്ഞെടുത്തൊരു നബി ആ വീട്ടിൽ നിലവിലുണ്ടായിരിക്കുമ്പോഴാണ് ആ വീട്ടിൽ എന്തുണ്ടാവുന്നത്? വീട്ടിൽ ക്ഷാമം ഉണ്ടാവുന്നത്, ദാരിദ്ര്യം ഉണ്ടാവുന്നത്, പട്ടിണി ഉണ്ടാവുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് 1 വർഷത്തേക്കുള്ള ധാന്യം കൊടുക്കണ്ടേ. എന്നിട്ട് അവരോട് പറഞ്ഞു, 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും തിരിച്ചു വരണം, ഞാൻ 1 വർഷത്തേക്കുള്ള ധാന്യം നിങ്ങൾക്ക് വീണ്ടും തരുന്നതാണ്. भाई कहते हैं कि हमारे पास अनाज के पैसे नहीं हैं, घर में जो सामान था वो लाए हैं, अगर आप अनाज देंगे तो हमारे ऊपर एहसान है, कीमत नहीं है, आपका एहसान होगा अगर आप हमें अनाज देंगे. അവർ പറഞ്ഞു, ഞങ്ങളുടെ അടുക്കൽ നിങ്ങൾക്ക് തരാൻ പണമില്ല, പക്ഷെ ഞങ്ങൾ വീട്ടിലെ ഉപകരണങ്ങളുമായി വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. അതിന് പകരമായി താങ്കൾ ഇത് സ്വീകരിക്കുകയാണെങ്കിൽ അത് ഞങ്ങളോട് ചെയ്യുന്ന വലിയൊരു കരുണയായിരിക്കുമെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് അവർ അപേക്ഷിക്കുകയുണ്ടായി. उन्होंने वो सामान भी वापस करा दिया. അദ്ദേഹം ആ സാധനങ്ങളും അവർക്ക് തിരിച്ചു കൊടുത്തു. दूसरा साल आया, 2ാമത്തെ വർഷം അവർ വീണ്ടും വന്നു. तो याकूब अलैहिस्सलाम कहने लगे कि बेटो जाओ, जब मिस्र जाओ तो मिस्र में यूसुफ को तलाश करना. 2ാമത്തെ പ്രാവശ്യം വരുന്ന സമയത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാം തന്റെ മക്കളെ യാത്രയാക്കുന്ന സമയത്ത് പറഞ്ഞു, മക്കളെ നിങ്ങൾ മിസ്റിൽ പോയി കഴിഞ്ഞാൽ മിസ്റിൽ നിങ്ങൾ എന്റെ യൂസുഫിനെ തിരയണമെന്ന് പറഞ്ഞു. भाई कहने लगे कि बुढ़ापे में आदमी का यही हाल होता है. സഹോദരന്മാർ പറഞ്ഞു, ഇങ്ങനെയാണ് വാർദ്ധക്യത്തിൽ മനുഷ്യൻ തന്റെ നില വിട്ടു പോകാറുണ്ട് വാർദ്ധക്യം കാരണമായി എന്ന് ബാപ്പയെ അവര് वो बुढ़ापे में ऐसी बातें करता है. പ്രായം ചെന്ന ആൾക്കാർ ഇങ്ങനത്തെ ഓരോ വർത്തമാനങ്ങളാണ് പറയാറ്, പിച്ചും പേയും. अरे यूसुफ यूसुफ यूसुफ, यूसुफ के गम में, यूसुफ की याद में आंखों की रोशनी चली गई. യൂസുഫ് 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 എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. उनके गम में रोते रोते आंखों की रोशनी बीनाई चली गई. ആ സങ്കടത്തിൽ കരഞ്ഞ് 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 അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി തന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നു യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. और अब भी यूसुफ को नहीं भूलते. ഇപ്പോഴും നിങ്ങൾ യൂസുഫിനെ മറന്നിട്ടില്ലേ? ഇപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണോ? कहाँ का यूसुफ? ഏത് യൂസുഫ്? എവിടുത്തെ യൂസുഫ്? पता नहीं जिंदा है कि मर गया. എവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്ന് അറിയാത്ത യൂസുഫ്. अगर जिंदा है तो मालूम नहीं कहाँ है. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ എവിടെയാണെന്ന് നമുക്കറിയില്ല. ये बड़े मियाँ उसे भूलते नहीं. ഇപ്പോഴും ഈ പ്രായം ചെന്ന നമ്മളെ ഉപ്പ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. तो याकूब अलैहिस्सलाम कहने लगे कि बेटो मैं अल्लाह की रहमत से मायूस नहीं हूँ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മക്കളെ ഞാൻ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശയില്ല, എനിക്ക് ഞാൻ നിരാശപ്പെടുകയില്ല. मुझे उम्मीद है कि अल्लाह मेरे यूसुफ से मुझे मिलाएगा. എനിക്ക് പ്രതീക്ഷയുണ്ട്, അള്ളാഹു എന്റെ യൂസുഫുമായി അള്ളാഹു എന്നെ വീണ്ടും ഞങ്ങളെ ഒന്നിപ്പിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. तो उलमा ने लिखा है कि एक मोमिन का काम है कि वो कभी अल्लाह से मायूस ना हो. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഒരു മൂമിൻ അവന്റെ ജോലി തന്നെ എന്താണ്, അവൻ ഒരിക്കലും അവന്റെ തീരുമാനം എന്തായിരിക്കണം എന്ന് വെച്ചാൽ അവൻ ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെടാൻ പാടില്ല. सख्त से सख्त हालात हैं लेकिन मोमिन को अल्लाह पर ईमान है, उसके ईमान का तकाजा है, उसके ईमान का मुतालबा है कि वो अल्लाह से उम्मीद रखे. എത്ര കഠിനമായ അവസ്ഥകൾ വന്നു കഴിഞ്ഞാലും ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെടാൻ പാടില്ല. അവന്റെ മുഅ്മിൻ, അവന്റെ ഈമാൻ അവനോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിലുള്ള പ്രതീക്ഷ എപ്പോഴും ബാക്കി വെക്കണം. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല എന്ന ആവശ്യം നമ്മുടെ ഈമാൻ ഈ മുഅ്മിന്റെ മുമ്പിൽ വെക്കുന്നതാണ്. मोमिन कभी मायूस नहीं होता. ഒരു മുഅ്മിൻ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. क्योंकि उसे अल्लाह की खुदरत पर यकीन है. കാരണം അവന് അള്ളാഹിന്റെ കുദ്റത്തിൽ യക്കീൻ ഉള്ളവനാണ്. कि मेरा अल्लाह, उसे खुदरत है हालात बदलने में. അള്ളാഹുവിന് എത്ര വലിയ കഴിവുണ്ട്. അള്ളാഹു അവൻ കുദ്റത്തുള്ളവനാണ്. ഏത് അവസ്ഥകളെയും മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. हालात आए हैं, ये अल्लाह की मसलहत है. ഈ അവസ്ഥകൾ വരുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നിർണയമാണ്, തീരുമാനമാണ്. उनको बदलना ये अल्लाह की खुदरत. അതിനെ മാറ്റിമറിക്കൽ അള്ളാഹുവിന്റെ കുദ്റത്താണ്. अल्लाह अपने बंदों पर बहुत मेहरबान है. അള്ളാഹു അവന്റെ അടിമകളെ വളരെയധികം സ്നേഹിക്കുന്നവനും ഇഷ്ടപ്പെടുന്നവനുമാണ്. तो मेरे भाइयों,
जिन हालात से इस वक्त पूरी दुनिया गुजरी है, हम सब गुजरे हैं, ये ऐसे हालात हैं कि जो हमने अपनी इतनी सारी उम्र में कभी नहीं देखे थे. അപ്പോൾ നമ്മളെല്ലാവരും കടന്നുപോയ ഈ പ്രയാസത്തിന്റെ ഈ കുറഞ്ഞ മാസങ്ങള്, ഇത് എത്ര ഈ പ്രയാസങ്ങള് നമ്മളാരും നമ്മുടെ ഈ ജീവിതകാലത്ത് നമ്മൾ കാണാത്ത ഒരു അവസ്ഥയാണ് നമ്മളെല്ലാവരും കണ്ടത്. अरे मस्जिदें बंद हो गई, नमाजें बंद हो गई मस्जिदों में, പള്ളികൾ പൂട്ടപ്പെട്ടു പോയി, നമസ്കാരം നിർത്തപ്പെട്ടു പോയി, ईद की नमाज वो भी मस्जिदों में नहीं हुई. പെരുന്നാളിന്റെ നമസ്കാരം അതുപോലും നടക്കപ്പെട്ടില്ല പള്ളികളിൽ, ഈദ്ഗാഹുകളിൽ. कभी देखा नहीं, सुना नहीं. നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല ഇതുവരെ. इन हालात से गुजरे, ഈ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നുപോയി, सब गुजरे. നമ്മളെല്ലാവരും കടന്നുപോയി. फिर अल्लाह ने हालात बदले, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? അവസ്ഥകൾ മാറ്റി. आहिस्ता आहिस्ता सहूलतें आई. പതുക്കെ പതുക്കെ മാഷാ അല്ലാഹ് സൗകര്യങ്ങൾ വരാൻ തുടങ്ങി. जब ये क्या अनलॉक जब अनलॉक हुआ तो अनलॉक से पहले हमने मशवरा बुलाया अपने जिम्मेदार साथियों का. ഈ അൺലോക്കിംഗ്, അതായത് വീണ്ടും തുറക്കപ്പെടുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ മുതിർന്ന എല്ലാ പ്രവർത്തകരുടെയും ഒരു മശൂറ നമ്മൾ വിളിപ്പിച്ചു. कि भाई अब अनलॉक होने वाला है, लोग सब अपने अपने धंधों का फिक्र कर रहे हैं. अरे हमारा भी एक धंधा है, हमारा भी एक धंधा है. ये कौन सा धंधा है? अल्लाह के प्यारे रसूल का दिया हुआ धंधा है. जो धंधा अल्लाह के प्यारे रसूल ने अपनी उम्मत को दिया है वो धंधा है. सब लोग अनलॉक होने वाला है, सब अपने अपने धंधों का सोच रहे हैं. दुकानदार दुकान को जानेगा, मुलाजिमत पे जाने वाला मुलाजिमत पे जाने का, जो जिसका धंधा है वो उसके धंधे को सोच रहा है कि क्या फुला तारीख से धंधा चालू करना है. अरे हमारा भी तो एक धंधा है, तो उसका मशवरा करो. ഈ ലോക്ക്ഡൌണിന് ശേഷം അൺലോക്കിംഗ് തുടക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾ ആലോചിച്ച് മശൂറ ചെയ്തു. ഇപ്പം അൺലോക്കിംഗ് തുടങ്ങും, അതായത് വീണ്ടും ആൾക്കാർ നിർത്തിവെച്ച അവരുടെ എല്ലാ മേഖലകളിൽ ജോലികളെ കുറിച്ച്, അവരുടെ ബിസിനസിനെ കുറിച്ച്, അവരുടെ കച്ചവടത്തെക്കുറിച്ച്, അവരുടെ തൊഴിൽ മേഖലയെ കുറിച്ച് എല്ലാവരും ഫിക്ർ ചെയ്യും. വീണ്ടും അതിനെ പച്ച പിടിപ്പിക്കാൻ വേണ്ടി, അതിൽ വർധനവുണ്ടാക്കാൻ വേണ്ടി, അത് വീണ്ടും പഴയ പൂർവ്വ രൂപത്തിലാവാൻ വേണ്ടി അവർ ഫിക്ർ ചെയ്യും, ചിന്ത വെക്കും. പക്ഷെ സഹോദരന്മാരെ, ഇതും നമ്മളുടെ ഒരു ജോലിയാണ്, ഇതും നമ്മളുടെ ഒരു കച്ചവടമാണ്. ഏത് കച്ചവടം? നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണോ അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തത്, എന്താണോ നമ്മുടെ ഉത്തരവാദിത്തം, ദീനിന്റെ പരിശ്രമം, അതും ഒരു ജോലിയാണ്, അതും ഒരു കച്ചവടമാണ്. ഏതുപോലെ നമ്മൾ ദുനിയാവിന്റെ ജോലികളിലും ദുനിയാവിന്റെ കാര്യങ്ങളും തുറക്കപ്പെട്ട് അത് വീണ്ടും പൂർവ്വസ്ഥിതി ആകണമെന്ന് ആഗ്രഹിക്കുന്നുവോ, അതുപോലെ തന്നെ ദീനിന്റെ പരിശ്രമവും നേരത്തെ ഈ അവസ്ഥ വരുന്നതിന്റെ മുമ്പ് എങ്ങനെ നടന്നോ അങ്ങനെ തിരിച്ചു വരണം. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു. पूरे हिंदुस्तान का मशवरा बुलाया हमने दिल्ली में फैज़ इलाही में. നമ്മൾ ഇന്ത്യയിലുള്ള മുഴുവൻ പ്രവർത്തകരെയും മുതിർന്ന ആൾക്കാരുടെ കുറച്ച് പേരായിട്ട് നമ്മൾ ഡൽഹിയിൽ ഫൈസ ഇലാഹി മസ്ജിദിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടി. भाई अब हमें अपना काम कैसे कर रहे हैं, നമ്മൾ ഈ പരിശ്രമം എങ്ങനെ ഇൻഷാ അല്ലാഹ് വീണ്ടും പച്ച പിടിപ്പിക്കും, വീണ്ടും തുടങ്ങും. तो मशवरा हुआ कि छोटी छोटी जमातें बनाकर जिलों में जाओ. നമ്മൾ തീരുമാനം എടുത്തു, ചെറിയ ചെറിയ ജമാഅത്തുകൾ ഉണ്ടാക്കി എല്ലാ ജില്ലകളിലൂടെയും യാത്ര ചെയ്യാൻ തീരുമാനം. हर सूबे के हालात अलग अलग हैं, ഓരോ സ്റ്റേറ്റിന്റെയും അവസ്ഥ വ്യത്യസ്തമായ രൂപത്തിലായിരുന്നു. जहाँ जितना कर सकते हैं उनको उतना करने की तरगीब दो. ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്രയെല്ലാം പരിശ്രമിക്കാൻ സാധിക്കുമോ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പരിശ്രമിക്കാൻ വേണ്ടി പ്രോത്സാഹനം നൽകി. चुनाचे अल्हम्दुलिल्लाह पूरे मुल्क में ये मेहनत शुरू हो गई. അൽഹംദുലില്ലാ, ആ ചെറിയ ആലോചനയുടെ പേരിൽ വീണ്ടും രാജ്യമൊട്ടാകെ മാഷാ അല്ലാഹ് പരിശ്രമം തുറക്കപ്പെട്ടു. फिर 2 महीने के बाद फिर हमने मशवरा बुलाया. 2 മാസത്തിന് ശേഷം വീണ്ടും നമ്മൾ മശൂറ വിളിപ്പിച്ചു. पहले नवंबर में हुआ, अक्टूबर में हुआ था, फिर दिसंबर में हुआ. ഒക്ടോബറിൽ ആദ്യം മശൂറ നടന്നു, പിന്നെ ഡിസംബറിൽ വീണ്ടും മശൂറ ചെയ്തു. पूरे मुल्क के जिम्मेदार साथी आए. മുഴുവൻ ഇന്ത്യയിലുള്ള മുതിർന്ന പരിശ്രമം ചെയ്യുന്ന ആൾക്കാർ ഒരുമിച്ച് കൂടി. 20 जिले के साथी आए थे, 20 सूबे. 20 സ്റ്റേറ്റിന്റെ ആൾക്കാർ ഒരുമിച്ച് കൂടി ഉണ്ടായിരുന്നു. जो बड़े बड़े सूबे हैं, വലിയ വലിയ സ്റ്റേറ്റിന്റെ 20 സ്റ്റേറ്റുകൾ അൽഹംദുലില്ലാ ഒരുമിച്ച് കൂടി. सबने कारगुजारी सुनाई कि हमने अपने अपने डिस्ट्रिक्ट्स में सफर किया. जब हम वहाँ गए तो हमारे साथी इंतजार में थे कि कोई आके हमें बताए हम क्या करें. അപ്പം അവരെല്ലാവരും വന്ന് കാർഗുസാരി പറഞ്ഞു, ഈ 2 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ ജില്ലകളിലേക്ക് മുതിർന്ന ആൾക്കാരുടെ ചെറിയ ചെറിയ ജമാഅത്തുകൾ യാത്ര ചെയ്തു. യാത്ര ചെയ്തപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ പ്രവർത്തകർ മുഴുവനും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഈ അവസരത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം കിട്ടാൻ വേണ്ടി
കാത്തിരിക്കുന്നതായിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ കാണാൻ സാധിച്ചു എന്ന കാർഗുസാരി അവർ പറയുകയുണ്ടായി. हमारे कर्नाटक के 30 जिले हैं. നമ്മുടെ കർണാടകയിൽ 30 ജില്ലകളുണ്ട്. उसमें कुछ आंध्रा के भी हैं, कुछ तमिलनाडु के भी हैं. ആന്ധ്രയുടെ ചില ജില്ലകളും തമിഴ്നാട്ടിലെ ചില ജില്ലകളും കർണാടകയുടെ കൂടെയാണ് പരിശ്രമത്തിൽ. हमने 3 जमातें बनाई हैं. ഞങ്ങൾ 3 ജമാഅത്തുകൾ ഉണ്ടാക്കി. 8-8, 10-10 जिलों में एक जमात गई. 8 ദിവസം 10 ദിവസത്തിന്റെ ജമാഅത്തുകൾ ഉണ്ടാക്കി ഈ ജില്ലകളിലെല്ലാം യാത്ര ചെയ്തു. मैं खुद 15 जिलों में गया. ഞാൻ നേരിട്ട് 15 ജില്ലകളിൽ ഞാൻ തന്നെ യാത്ര ചെയ്തു. वहां गए तो ऐसा लगता था सब इंतजार में है कि अब क्या करना है. നമ്മൾ പോയപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. सब इंतजार में थे. അവരെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. तो अल्हम्दुलिल्लाह सब जगह काम शुरू हो गया. എല്ലാ സ്ഥലത്തും മാഷാഅല്ലാഹ് പ്രവർത്തനം തുടങ്ങി. 5 अमाल हर जगह शुरू हो गए. 5 അമലുകൾ എല്ലാ പള്ളികളിലും മാഷാഅല്ലാഹ് വീണ്ടും തുടങ്ങി. जहां जहां हो रहा था सब जगह शुरू हो गया. എവിടെല്ലാം നടന്നുകൊണ്ടിരുന്നോ നിന്നു പോയിരുന്നോ അതെല്ലാം വീണ്ടും തുടങ്ങി. बड़ा गम था कि 70-80 साल एक मेहनत हुई. 70-80 साल की मेहनत के बाद ये बाग, इसमें ऐसे दरख्त लगे, फल आए. वो 70-80 साल की मेहनत एकदम से जीरो हो गई. मस्जिदें बंद हो गई, काम बंद हो गया. या अल्लाह, अब ये वापस इस लेवल को कब आएगी? നമുക്ക് വലിയ പ്രയാസമായിരുന്നു. നമ്മൾ വലിയ ചിന്തയിലായിരുന്നു. 70-80 വർഷത്തെ പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വലിയൊരു പരിശ്രമം, ഒരു വലിയൊരു പൂന്തോട്ടം, ഈ പ്രവർത്തനം എത്ര വലിയ അളവിൽ നടന്നൊരു പരിശ്രമം ഒറ്റയടിക്ക് ഇല്ലാണ്ടായി. ജനങ്ങളെല്ലാവരും പള്ളിയിൽ പോവാണ്ടായി, പള്ളികൾ പൂട്ടപ്പെട്ടു, അമലുകൾ നിർത്തപ്പെട്ടു. ഇനി എങ്ങനെ അത് വീണ്ടും പഴയതുപോലെ ആവും എന്ന്, നമ്മൾ എപ്പോൾ ആവും, എന്താണ് അതിന്റെ സാധ്യത എന്ന് ആലോചിച്ച് വലിയ വിഷമത്തിലായിരുന്നു ഞങ്ങൾ. अल्लाह ने अपनी शान दिखाई, अपनी खुदरत दिखाई कि 4 महीने में वो काम जो 0 तक पहुंच गया था फिर वापस अपने लेवल पर आ गया. അള്ളാഹുവിന്റെ വലിയ മഹത്വം അള്ളാഹു കാണിച്ചു തന്നു. അള്ളാഹുവിന്റെ കുദ്റത്ത് അള്ളാഹു കാണിച്ചു തന്നു. 0-ൽ എത്തി നിന്നിരുന്ന, ഒന്നും നടക്കാതിരുന്ന അമല് വെറും 4 മാസം കൊണ്ട് തന്നെ പഴയ പൂർവ്വസ്ഥിതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു എത്തിച്ചു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. फिर नवंबर में रायवंड में इज्तिमा हुआ. നവംബറിൽ റായ്വണ്ടിൽ സമ്മേളനം നടന്നു. അയൽ രാജ്യത്ത് दुनिया में 2 बड़े इज्तिमा होते हैं आलमी. ദുനിയാവില് 2 വലിയ സമ്മേളനങ്ങളാണ് നടക്കാറ്. एक टोंगी में होता है, ഒന്ന് ടോങ്കിയില് ബംഗ്ലാദേശില്, और एक ये रायवंड में होता ഒന്ന് റായ്വണ്ടില് നമ്മുടെ അയൽ രാജ്യത്ത്. है जहाँ सारी दुनिया आती है. അവിടെ ലോകത്തിലെ മുഴുവൻ പരിശ്രമം ചെയ്യുന്ന ആൾക്കാരും ഒരുമിച്ച് കൂടാറുണ്ട്. तो अल्हम्दुलिल्लाह वो अपने वक्त पर हुआ. മാഷാ അല്ലാഹ്, അതും അതിന്റെ സമയത്ത് തന്നെ അവിടെ നടക്കേണ്ടായി. उन्होंने हमसे भी मुतालबा किया, आप हजरत भी आइए. അവര് നമ്മളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എല്ലാ പ്രാവശ്യം വരുന്നത് പോലെ നിങ്ങൾ ഇപ്രാവശ്യം നിങ്ങൾ വരണം. तो इज्तिमा जुमेरात से शुरू होता था शाम से, और जुमेरात को ही हमको वीजा मिला. വ്യാഴാഴ്ച മുതലാണ് ഇസ്തിമ തുടങ്ങുന്നത്. പക്ഷെ ഞങ്ങൾക്ക് വിസ കിട്ടിയത് എന്നാണ്? വ്യാഴാഴ്ചയാണ് ഞങ്ങൾക്ക് വിസ അടിച്ചു കിട്ടിയത്. कैसे जाए? എങ്ങനെ പോവും? रास्ता नहीं, कोई വഴികളില്ല, बॉर्डर बंद है, അതിർത്തി അടക്കപ്പെട്ടിരിക്കുകയാണ്, हवाई जहाज बंद है. വിമാനം ഇല്ല, വിമാനം ഓടുന്നില്ല. आखिर में पता चला कि एक जहाज जाता है दुबई होके. അപ്പൊ നമുക്ക് മനസ്സിലായ അന്വേഷണത്തിൽ ഒരു വിമാനം പോകുന്നുണ്ട്, അത് ദുബായ് വഴിക്ക് രാജ്യത്തേക്ക് പോകും. ऐसा जैसे ट्रिवेंड्रम जाने के लिए पहले कोचिन से दिल्ली को जाना, फिर दिल्ली से ट्रिवेंड्रम आना. അപ്പൊ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി ഒരു ഉദാഹരണം, ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തു നിന്നും ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹി പോവാ, പിന്നെ ഡൽഹിയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരാം. അതായത് കൊച്ചിയിൽ നിന്ന് ഡൽഹി, ഡൽഹി തിരുവനന്തപുരം. लेकिन एक ही रास्ता था. പക്ഷെ ഒറ്റ വഴിയേ ഉള്ളൂ പോവാന്. 17 घंटे दुबई एयरपोर्ट पर हम रहे. 17 മണിക്കൂർ ആ യാത്രയിൽ ദുബായ് എയർപോർട്ടിൽ ഇരിക്കണം അടുത്ത വിമാനം കിട്ടാൻ വേണ്ടി. जब दुबई एयरपोर्ट पहुंचे तो वहाँ के हमारे दुबई के लोग, काम करने वालों को पता चल गया कि ये सब हजरात एयरपोर्ट पे पड़े हुए हैं और 17 घंटे के बाद दूसरा जहाज है. तो उन्होंने कहा कि आप लोग ट्रांजिट लेकर आ जाओ, आराम करके खा पी के फिर जाओ. നമ്മൾ 17 മണിക്കൂർ എയർപോർട്ടിൽ തന്നെ, ഒരു ദിവസം ആകെ 7 മണിക്കൂർ കൊണ്ട് ദിവസമായി. അപ്പോൾ അവിടെ നമ്മൾ എയർപോർട്ടിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ദുബായിലെ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മുതിർന്ന ആൾക്കാർ അവർ പറഞ്ഞു, ഞങ്ങൾ ട്രാൻസിറ്റ് വിസ ശരിയാക്കി തരാം, നിങ്ങൾ പുറത്തിറങ്ങിക്കോളി, എന്നിട്ട് വീണ്ടും പോയിക്കോളി,
വീണ്ടും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അടുത്ത വിമാനം പിടിക്കാലോ. അപ്പൊ അത്രയും നേരം എയർപോർട്ടിൽ ഇരിക്കണ്ടെന്ന് നമ്മളോട് പറഞ്ഞു. लेकिन बाहर निकलो तो कोविड टेस्ट, പക്ഷെ പുറത്തിറങ്ങണമെങ്കിൽ കോവിഡ് ടെസ്റ്റ് ചെയ്യണം. और खुदा न खास्ता किसी को निकल आया तो उसका इज्तिमा तो क्वारंटाइन में हो जाएगा. ഈ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും അഥവാ പടച്ചോൻ കാക്കട്ടെ അഥവാ കോവിഡ് ഒറ്റ വന്നാല് അയാളെ ഇസ്തിമ ക്വാറന്റൈനിലായി പോകും. हमने कहा नहीं भाई, हम एयरपोर्ट पे ही 17 घंटे गुजारे. നമ്മൾ പറഞ്ഞു വേണ്ട വേണ്ട, നമ്മൾ എന്ത് ചെയ്തോളാം, എയർപോർട്ടിൽ തന്നെ നിന്നോളാം, പുറത്തിറങ്ങിയാൽ കോവിഡ് ടെസ്റ്റ് ചെയ്യും. अब मुझे खुद सोचता हूँ तो समझ में नहीं आता हमने 17 घंटे वो वहाँ कैसे गुजारे. बूढ़े बूढ़े लोग सब +80, वहाँ कैसे मौलाना इब्राहिम साहब, मौलाना अहमद लाड, ये सब माजूर लोग कैसे इन्होंने वहाँ गुजारे हमने. अच्छा पूरे वो दुबई के एयरपोर्ट में होटल सब बंद, खाना पीना कुछ नहीं मिलता. എനിക്ക് ഇപ്പോഴും ചിന്തിച്ചിട്ട് മനസ്സിലായില്ല നമ്മൾ എങ്ങനെയാണ് 17 മണിക്കൂർ അവിടെ നിന്നത്. കാരണം എല്ലാം പ്രായം ചെന്ന് 80+ ആൾക്കാർ, 80 വയസ്സിന് മുകളിലുള്ള മൗലാന ഇബ്രാഹിം സാഹിബ്, മൗലാന അഹമ്മദ് ലാഡ് സാഹിബ്, പ്രായം കൊണ്ടും ശാരീരിക അസ്വസ്ഥത കൊണ്ടും വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. മാത്രമല്ല എയർപോർട്ടിൽ ഒരു ഹോട്ടലുകളും തുറന്നിട്ടില്ല, ഭക്ഷണശാലകളെല്ലാം അടച്ച്, ഹോട്ടലുകൾ പൂട്ടിയിട്ട് 17 മണിക്കൂർ പ്രയാസത്തിൽ അവിടെ സമയം ചെലവഴിച്ചു. खैर फिर अल्लाह अल्लाह करके वहाँ पहुँचे. അല്ലാ അല്ലാ എന്ന് പറഞ്ഞ് ഒപ്പിച്ച് അൽഹംദുലില്ലാ നമ്മൾ അവിടെ എത്തി. वहाँ जाके देखो तो दुनिया आई हुई है. അവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് മുഴുവൻ ലോകം അവിടെ വന്നിരിക്കുകയാണ്. अल्लाह की कुदरत देखो, അള്ളാന്റെ കുദറത്ത് കാണണം. सब जहाज बंद है और दुनिया आ गई है. വിമാനങ്ങൾ ഓടുന്നില്ല, പക്ഷെ മുഴുവൻ രാജ്യത്തിലെ ആൾക്കാർ മാഷാഅല്ലാ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. तो उनको देख के हमारी तकलीफ भूल गए. അവരെ കണ്ടപ്പോൾ നമ്മൾ അനുഭവിച്ച യാത്രയിലുള്ള ക്ലേശങ്ങൾ നമ്മൾ മറന്നുപോയി. फिर वहाँ सबका सवाल यही था कि इन हालात में हम कैसे काम करें. അവരെല്ലാവരും ആകാംക്ഷഭരിതരായിട്ട് അവര് നമ്മളോട് ചോദിക്കാനുണ്ടായിരുന്നത് ഈ അവസ്ഥകളിൽ നമ്മൾ എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത് എന്നാണ്. तबलीग का काम कैसे करें हम. തബ്ലീഗിന്റെ പ്രവർത്തനം ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്. तो सबको जमा किया गया. അവരെല്ലാവരും നമ്മൾ ഒരുമിച്ച് കൂട്ടി. फिर मशवरे से ये हुआ कि उनको ये जवाब बताया जाए. മശൂറിൽ തീരുമാനിക്കപ്പെട്ടു അവർക്ക് എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി തീരുമാനമായി. कि भाई हम कोई कानून तोड़ते नहीं. നമ്മള് പ്രവർത്തനത്തില് നിയമം തെറ്റിക്കാറില്ല. जो लिमिट्स हैं हम उनको नहीं तोड़ते. നമ്മളെ ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു അതിർത്തി ഉണ്ട്, അതിനെ മറികടക്കാറില്ല. हम उसके अंदर रहेंगे. നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ദീനിന്റെ പരിശ്രമം ചെയ്യേണ്ടത്. उसके अंदर रहते हुए जितना कर सकते हैं करेंगे. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എത്ര ചെയ്യാൻ സാധിക്കുമോ അത്ര നമ്മൾ ചെയ്യും. काम छोड़ेंगे नहीं. പക്ഷെ പ്രവർത്തനം നമ്മൾ ഒഴിവാക്കൂല. तो मैंने उनको मिसाल दी कि देखो हाईवे पर स्पीड लिमिट होती है. ഞാൻ അവർക്ക് ഒരു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്ത്, ഹൈവേയില് സ്പീഡ് ലിമിറ്റ് ഒരു ബോർഡ് വെക്കാറുണ്ട്. यहाँ 60 किलोमीटर, यहाँ 80 किलोमीटर, ഇവിടെ 60 കിലോമീറ്റർ, ഇവിടെ 40 കിലോമീറ്റർ. तो जहाँ जाता है उतना चलाओ. എത്ര സ്പീഡിൽ അവിടെ ഓട്ടിക്കാൻ പാടുള്ളൂ അത്ര സ്പീഡിൽ നിങ്ങൾ ഓട്ടിച്ചാൽ മതി. आप उस रोड पर चल रहे हो, देखो. നിങ്ങൾ റോഡിൽ പോകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി അവിടെ എത്ര സ്പീഡിലാണ് ഓട്ടിക്കേണ്ടത്, ആ സ്പീഡിലാണ് നിങ്ങൾ ഓട്ടിക്കേണ്ടത്. हम नहीं कहते स्पीड लिमिट क्रॉस करो. നമ്മൾ പറയാറില്ല, നമ്മൾ പറയുന്നുമില്ല നിങ്ങൾ ആ സ്പീഡ് ലിമിറ്റിനൊക്കെ മറികടന്ന് അതിനേക്കാളും സ്പീഡിൽ പോയിക്കോളിൻ. जितना जा सकते हो उतना तो जाओ. എത്ര സ്പീഡിലാണ് നിങ്ങൾക്ക് അവിടെ അനുവദിക്കപ്പെട്ടത് അതിൽ പോയിക്കോളിൻ. तो हमारे अमेरिका के एक जिम्मेदार हैं, डेट्रॉइट के शरीफ अब्दुल अजीज, पुराने लोगों में, वहाँ के जिम्मेदारों में, वो कहने लगे कि हमारे यहाँ अगर 80 किलोमीटर की लिमिट है, कोई 60 चलाता है, उसे भी फाइन डालते हैं. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ ഒരാൾ മജ്ലിസിൽ നിന്ന് എണീറ്റ് നിന്നു. അദ്ദേഹം ഡീട്രോയിറ്റിലെ അമേരിക്കയിലെ ജിമ്മേദാറാണ്, ഷെരീഫ് അബ്ദുൽ അസീസ് സാബ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അമേരിക്കയില് ഇപ്പൊ 80 സ്പീഡ് ലിമിറ്റ് എങ്കിൽ ഒരാള് 60 പോയി കഴിഞ്ഞാൽ അയാൾക്കും ഫൈൻ ഇടും. तो मैंने उनसे पूछा कि भाई 80 की लिमिट पर 90 चलाए तो फाइन डालो, ठीक है. 80 की लिमिट पर 60 चलाए तो क्यों फाइन डालते हैं. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച, ഒരാള് 80 എന്നുള്ള ബോർഡ് കണ്ടിട്ട് 90 പോയി കഴിഞ്ഞാല് ഫൈൻ ഇടാം, അത് മനസ്സിലാവും. പക്ഷെ 80ന്റെ കുറവില് ഒരു 60 സ്പീഡിൽ പോയാൽ അയാൾക്ക് എന്തിനാ ഫൈൻ ഇടുന്നത്, അത് മനസ്സിലാവുന്നില്ലല്ലോ, അതെന്തിനാണ്. तो वो शरीफ कहने लगे कि उसको फाइन इसलिए डालते हैं
कि पीछे वाला जो 80 चलाना चाहता है तुम उसके लिए रुकावट हो. അപ്പൊ അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി തന്ന എന്തിനാണ് അറിയോ ഫൈൻ ഇടുന്നത്? നിങ്ങളുടെ പിറകില് 80 സ്പീഡിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് പോകാം, പക്ഷെ നിങ്ങൾ അവർക്ക് തടസ്സമാവുകയാണ് 60 സ്പീഡിൽ പോയിക്കൊണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫൈന്. तो मैंने सोचा या अल्लाह, कल क़यामत में हम तबलीग वालों को अगर अल्लाह ये पूछे कि तुम 80 चलाने के बजाय 60 चलाकर सबको 60 पे लेकर आ गए थे, हम क्या जवाब देंगे? അപ്പൊ ഞാനപ്പം ചിന്തിച്ചു, പഠിച്ചവനെ, നാളെ ഖിയാമത്ത് നാളിൽ പിടിക്കപ്പെടുമല്ലോ. 80 പോകാൻ പറ്റിയ റോഡിൽ നീ 60 പോയതിന്റെ പേരിൽ നീ എല്ലാവരുടെയും വേഗത നീ 60 കുറച്ച് കളഞ്ഞല്ലോ, എല്ലാവരുടെയും തടസ്സമായി നീ നിന്ന് കളഞ്ഞല്ലോ എന്ന് നമ്മൾ തബ്ലീഗുകാരോട് നാളെ അള്ളാഹു ചോദിക്കുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. तो भाई हमने उन सबसे अर्ज किया कि देखो तुम्हारे यहाँ के हालात तुम्हें मालूम है. നമ്മൾ അവരോട് പറഞ്ഞ്, നിങ്ങളുടെ നാട്ടിലുള്ള അവസ്ഥ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, लिमिट तुम्हें मालूम है, ലിമിറ്റ് നിങ്ങൾക്ക് അറിയാം, എവിടെ വരെ പരിശ്രമിക്കാം. लिमिट तक कैसे काम करना ये तुम मशवरा करो जमा होके. ലിമിറ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ പരിശ്രമിക്കണം എന്നുള്ളത് നിങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് നിങ്ങൾ ചെയ്യുവിൻ. तुम जमा होके मशवरा करोगे तो अल्लाह का वादा है, अल्लाह रास्ते खोलेगा. നിങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് മശൂറ ചെയ്ത് ആലോചിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, അള്ളാഹു നിങ്ങളെ സഹായിക്കും. मशवरे की खैर, मशवरे की कितनी बड़ी खैर है ये हम बयान भी करते थे, सुनते भी थे, लेकिन इस कोविड के ज़माने में देखा मशवरे की खैर हमने आंखों से देखी. മശൂറിന്റെ ഖൈർ, മശൂറ ചെയ്താലുള്ള ഗുണം, മശൂറിന്റെ മേന്മ, ഇത് നമ്മൾ സാധാരണ പറയാറുണ്ട്, നമുക്കറിയാം. പക്ഷേ മശൂറ കൊണ്ട് യഥാർത്ഥത്തിലുള്ള ഖൈർ പരിപൂർണമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കോവിഡിന്റെ സന്ദർഭത്തിൽ നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് കാണിച്ചു തരികയുണ്ടായി. अल्लाह ने रास्ते खोले, അല്ലാഹു സുബ്ഹാനഹു വതആല വഴികൾ തുറന്നു. दुनिया भर के लोगों के लिए अल्लाह ने रास्ते खोले. ലോകം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവർത്തനത്തിന് അത് കാരണമായി വഴികൾ തുറക്കപ്പെട്ടു. जैसे मैंने आपको बताया 2 मशवरे पूरे मुल्क के हुए. 2 മശൂറ ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് കൂട്ടി നടത്തപ്പെട്ടു. सारे जिम्मेदारों के सामने आ गया काम कैसे करना. നിങ്ങളോട് പറഞ്ഞല്ലേ, മുഴുവൻ ജിമ്മേദാർമാര് ഒരുമിച്ച് കൂടി അവരെ മുമ്പിൽ പരിശ്രമം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു, ഉപായം പറഞ്ഞു കൊടുത്തു. मुल्क भर में अल्हम्दुलिल्लाह काम शुरू हो गया. ലോകം, ഇന്ത്യ മൊത്തം മാഷാഅല്ലാഹ് ദീനിന്റെ പരിശ്രമം ഉഷാറായി നടന്നു. शुरू में हमने ये कहा कि देखो नमाज के लिए मस्जिद खुल गई, डिस्टेंस बाकी रखो. मस्जिद खुल गई, एक आदमी जल्दी से खड़े होकर नमाज के बाद तालीम शुरू कर दे, या इमाम साहब पढ़ दें अगर इमाम साहब तैयार हैं. नहीं तो कोई एक साथी तालीम शुरू कर दे, 5 मिनट की तालीम करे. आ जाओ भाई, आ जाओ, जुड़ जाओ भाई, जुड़ जाओ, इसमें सब वक्त मत लगाओ, फौरन तालीम शुरू करो. कोई नहीं बैठता तो उस पर इसरार मत करो. നമ്മൾ തുടക്കത്തിൽ അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അതായത് നമസ്കാരത്തിന് വേണ്ടി പള്ളികൾ തുറന്നു, ആൾക്കാർ നമസ്കരിക്കാൻ വേണ്ടി അനുവാദമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തോളി, നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഒരാൾ വന്ന് ഒരു ഇമാമിന്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തോളി, കിതാബ് വായിച്ചോളി, അല്ലെങ്കിൽ ഇമാമിനെ കൊണ്ട് വായിപ്പിച്ചോളി. ആൾക്കാരെല്ലാവരും ഇരിക്കുന്നത് എവിടാണോ നമസ്കരിക്കുന്നത് വിട്ടുവിട്ട്, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് വിട്ടുവിട്ട് നമസ്കരിക്കുന്നത് എവിടാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരുന്ന് നിങ്ങൾ കേട്ടോളി. നമ്മൾ സാധാരണ പറയില്ല എല്ലാവരും വരി അടുത്തടുത്തിരിക്കും സഹോദരന്മാരെ, അത് പറയണ്ട. എവിടാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് കേട്ടോട്ടെ. ഇനി ആരെങ്കിലും ഇരിക്കുന്നില്ല, നിർബന്ധിക്കണ്ട, അവരെ വിട്ടോളി. दो की जोड़ियां बनाओ मशवरा करके. ഈ 2 പേരുടെ ജോഡികൾ നിങ്ങൾ ഉണ്ടാക്കി മശൂറ ചെയ്തിട്ട് मुलाकातें करो. എന്നിട്ട് മുലാഖാത്തിന് പോയിക്കോളിൻ. शुरू में जो वक्त लगाए हुए साथी हैं उनसे मिलो, अजनबी लोगों से मत मिलो. തുടക്കത്തിൽ നിങ്ങൾ ജമാഅത്തിലെല്ലാം പോയി ശീലമുള്ള സമയം ചെലവഴിച്ച സഹോദരന്മാരെ മാത്രം നിങ്ങൾ പോയി കണ്ടോളിൻ, സാധാരണക്കാരെ എല്ലാവരും പോയി കാണണ്ട. ये तुम्हारे 2.5 घंटे की मुलाकात हो गई. അപ്പൊ നിങ്ങൾക്ക് 1.5 മണിക്കൂർ 2.5 മണിക്കൂർ പരിശ്രമം മാഷാഅല്ലാഹ് ഡെയിലി മുലാഖാത്ത് നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും. अरे कोई पूछे तो उसे बोलो कि भाई 2 महीने हो गए, हम इस मोहल्ले में रहते हैं, इस बस्ती में रहते हैं, हमें अपने साथियों की खैर खबर नहीं ली, कौन किस हाल में है. हम इसके लिए जा रहे हैं कि घर घर जाके लोगों से पूछे कौन किस हाल में है, किसी को कोई ज़रूरत है, किसी की कोई हाजत मजबूरी है, हम उनकी खैरियत मालूम करने जा रहे हैं. അപ്പൊ ജനങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ഇങ്ങനെ പോകുന്നത്. അവരോട് പറയും 2 മാസമായി ഞങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്, നമ്മളെ ഈ മഹലിൽ തന്നെ താമസിക്കുന്നത്, നമ്മളെ മറ്റുള്ള വീടുകളിൽ നമ്മൾ പോയിട്ടില്ല, അവരൊക്കെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഒന്ന് നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. വീടുകളിൽ നിങ്ങൾ പോയി
അവരെ നിങ്ങൾ അവരോട് സംസാരിക്കിൻ, അവരുടെ അവസ്ഥകൾ ചോദിക്കിൻ, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ നോക്കിൻ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കിൻ. तो समझो हम इसलिए जा रहे हैं. ഇത് മനസ്സിലാക്കാൻ വേണ്ടി, അവരെ കാണാൻ വേണ്ടിയിട്ടാ ഇതിനാണ് നമ്മൾ വീടുകളിൽ പോകുന്നത്. इस तरह 2.5 घंटे इस तरह गश्त 2-2 की जमात बनाकर, ഇതുപോലെ 2.5 മണിക്കൂർ ഇതുപോലെ ഗസ്റ്റ്, ഇങ്ങനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്തിരുന്നത്. 2 ആൾക്കാരുടെ ഗസ്റ്റ് നിങ്ങൾ ചെയ്തോളിൻ. अब 3 दिन की जमात, 3 ദിവസത്തെ ജമാഅത്ത് എങ്ങനെ പോകും? पूरे 6 ज्यादा बड़ी जमात मत बनाओ. 6 ആൾക്കാരിൽ കൂടുതൽ വലിയ ജമാഅത്ത് ഉണ്ടാക്കണ്ട. अगर 6 आदमी भी मिलके किसी गांव में गए और लोग ये घबराते हैं कि ये कोरोना फिर आ गया, क्योंकि लोग तो तबलीग वालों को देख के समझते हैं यही कोविड है. ये ऐसा माहौल खराब हुआ है कि लोग तबलीग वालों को देख के समझते हैं यही कोविड है. तो अगर डरते हैं लोग कि कोविड फिर आ गया, तो भाई 6 आदमियों की जमात में भी 2-2 आदमी के जाएं, पहले 2 फिर 2 फिर 2 या 3-3 आदमी जाएं, ताकि पता न चले एकदम इतनी जमात आ गई. നമ്മൾ അവരോട് പറഞ്ഞു, തുടക്കത്തിൽ നമ്മൾ അവരോട് പറഞ്ഞു നിങ്ങൾ 6 ആളുടെ ജമാഅത്തുകൾ പോയിക്കോളി. ഇനി ചില നാടുകളിൽ നിങ്ങൾ 6 ആൾക്കാർ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പറയാം അല്ലാ വീണ്ടും കോവിഡുമായി ഇവർ വന്നോ. കാരണം എന്താണ്, ആ സമയത്ത് നമ്മളെ ആൾക്കാർ കോവിഡ് പോലെ കരുതിയിരുന്നു. നമ്മളെ കാണുമ്പോൾ തന്നെ അല്ലാ ഇത് കോവിഡ് ആണ് എന്ന് കരുതുന്ന ഒരു കാലഘട്ടം. टीवी में सब फोटो दिखा दिया है, देखो ये कोविड है. ടിവിയിൽ കാണിച്ച് ഫോട്ടോ, ഇതാണ് കോവിഡ്, നമ്മളെ പോലെ കുറെ ആൾക്കാരെ കാണിച്ചു, जमात जा रही है, ये कोविड जा रहा है. ഈ ജമാഅത്ത് പോകുന്നുണ്ടല്ലോ, ഇതാണ് ഇവരൊക്കെ കോവിഡാണ്, ഇതൊക്കെ ഇവർ കോവിഡായിട്ട് പരത്തുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് കാണിക്കപ്പെട്ടു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ, നാട്ടുകാർ അഥവാ അതിന് ഒരു പരാതിപ്പെടുമെങ്കിൽ നിങ്ങൾ അങ്ങനെ പോണ്ട, നിങ്ങൾ ഈ രണ്ട് പേരുടെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളി പോയിക്കോളി, ഇടവിട്ട് നിങ്ങൾ പള്ളിയിൽ പോയിട്ട് കൂടിക്കോളി, 3 പേരായിട്ട് പള്ളിയിൽ പോയി കൂടിക്കോളി, എന്നിട്ട് പരിശ്രമിച്ചോളി. किसी मस्जिद में वहाँ के जिम्मेदार अगर मना करें उनसे उलझो मत. ഏതെങ്കിലും പള്ളിയിൽ പോയി അവിടുത്തെ പള്ളിന്റെ ഉത്തരവാദികൾ പറയാണ് ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞാൽ അവരോട് പിന്നെ നിങ്ങൾ വാദപ്രതിവാദവും കുഴച്ചിലുണ്ടാക്കരുത്. क्योंकि ये एक वक्ती हाल है ये, കാരണം ഇതൊരു ഒരു സാന്ദർഭികമായി വന്ന ഒരു പ്രശ്നമാണ്, അവസ്ഥയാണ്. और काम हमें जिंदगी भर करना है. നമുക്കാണെങ്കിൽ ഈ പരിശ്രമം മരിക്കുന്നവരെ ചെയ്യാനുള്ളതാണ്. वो मना करें तो ठीक है, कोई कमरा है, कोई किसी का घर है, कोई मदरसा है, वहाँ क़याम कर लो. അവർ പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പിന്നെ തൂങ്ങി നിൽക്കണ്ട, നിങ്ങൾ അതിന് അടുത്തുള്ള ഏതെങ്കിലും വീടുകളിലോ റൂമിലോ മദ്രസയിലോ എങ്ങോട്ടെങ്കിലും എവിടെയാണോ സൗകര്യം അങ്ങോട്ടേക്ക് നിങ്ങൾ മാറിക്കോളിൻ, അവിടെ തന്നെ തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. अब तो अल्हम्दुलिल्लाह इस तरह से चिल्ले 4 महीने की जमातें भी निकलना शुरू हो. അൽഹംദുലില്ലാ അങ്ങനെ തുടങ്ങി ഇപ്പൊ ചില്ല 4 മാസത്തെ ജമാഅത്തുകളും മാഷാ അല്ലാ പോയി തുടങ്ങി. केरला वाले बड़े समझदार लोग हैं. കേരളക്കാര് ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ്. जल्दी उठते हैं, വേഗം ഉണരാറുണ്ട്. सुबह सादिक पे उठ जाते हैं, അവര് സുബഹി അവൽ വക്തിന് തന്നെ എണീക്കാറുണ്ട്. फिर सोते नहीं है. പിന്നെ അവര് ഉറങ്ങാറില്ല സുബഹിക്ക് ശേഷം. लेकिन तबलीग के बारे में बहुत सो गए. പക്ഷെ തബ്ലീഗിന്റെ വിഷയത്തില് ഭയങ്കര ഉറക്കത്തിലാണ്. सुबह सादिक पर उठकर दिन भर मेहनत करने वाले और फजर के बाद नहीं सोने वाले तबलीग के बारे में बहुत सो गए. സുബഹിന്റെ വളരെ നേരത്തെ എണീക്കുന്ന കേരളക്കാര്, സുബഹിക്ക് ശേഷം ഉറങ്ങാത്ത കേരളക്കാര് തബ്ലീഗിന്റെ വിഷയത്തില് ഭയങ്കര ഉറക്കത്തിലാണ്, നീണ്ട ഉറക്കത്തിലായി പോയി. तो भाइयों अब उठो. അതുകൊണ്ട് സഹോദരന്മാരെ എല്ലാവരും ഇൻഷാ അല്ലാ ഉണരിൻ, എണീക്കിൻ. अरे सारी दुनिया अपने धंधे कर रही है. മുഴുവൻ ദുനിയാവും അവര് സ്വന്തം കച്ചവടം ജോലികള് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. उस पर अपनी मेहनत कर रही है. അതിലെ പരിശ്രമങ്ങൾ അവര് ഇടവിടാണ്ട് തെറ്റാണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. एक काम ये हुजूर वाला काम. അതിനിടയിൽ ഇതും ഒരു ജോലിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജോലിയാണ്, അതും ചെയ്യിൻ. अरे हमारे काम हमारे बाप दादा के दिए हुए काम है. നമ്മുടെ ജോലി ഇത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ തന്ന ജോലിയല്ല. नहीं, हमारे जो दुनिया के काम है वो हमारे बाप दादा के काम है. ദുനിയാവിന്റെ ജോലി നമ്മളെ വാപ്പന്മാര് നമ്മളെ പൂർവ്വ പിതാക്കന്മാര് ചെയ്തിരുന്ന ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. भाई हमारे खानदान का काम है, हमारे बाप दादा का काम है. കുടുംബപരമായിട്ട് നമ്മൾ ഇതുവരെ ചെയ്തു വന്ന കച്ചവടമാണ്, നമ്മളെ വാപ്പയും ഇതേ കച്ചവടം ചെയ്ത ആളാണ്. अरे ये काम हुजूर ने दिया है. ഒരു ജോലി നബിതങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്.
उसकी फिक्र नहीं है। ഒരു ഉത്തരവാദിത്തം നബിതങ്ങളും തന്നിട്ടുണ്ട്, അതിന്റെ ഒരു ഫിക്ർ ചെയ്യിൻ. उसके लिए हफ्तावारी मशवरे कायम करो. അതിനുവേണ്ടി ആഴ്ചയിലുള്ള മശൂറകൾ നിങ്ങൾ വീണ്ടും സജീവമായി ചെയ്യിൻ. सर जोड़ के मशवरों में बैठो. നിങ്ങൾ എല്ലാവരും തലകൾ ഒരുമിച്ച് കൂട്ടിയിരുന്ന് ആലോചിക്കിൻ. फिर देखो अल्लाह कैसे रास्ते खोलता है. എന്നിട്ട് നോക്കിൻ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വഴികൾ തുറക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. यूसुफ अलैहिस्सलाम देख रहे थे दरवाजे बंद है. യൂസുഫ് നബി അലൈഹി സ്വലാം വാതിൽക്കലേക്ക് നോക്കി. वो देख रहे हैं दरवाजा बंद है, അദ്ദേഹത്തിന് മനസ്സിലായി വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ്. लेकिन वहां तक दौड़े പക്ഷെ അവിടെ ആ വാതിൽക്കൽ വരെ അദ്ദേഹം ഓടി. कि जहां तक मैं जा सकता हूं वहां तक तो जाऊं. എനിക്ക് പോകാൻ പറ്റുന്ന ഇടത്തേക്ക് വരെ നമ്മൾ പോകേണ്ടതുണ്ട്. जब वो वहां तक पहुंचे फिर अल्लाह ने अपनी कुदरत से दरवाजा खोला. ആ വാതിൽക്കൽ അടുക്കൽ എത്തിയപ്പോഴാണ് ആ വാതിൽ തുറന്നത്. 7 दरवाजे खुल गए. അതുപോലെ 7 വാതിലുകൾ തുറക്കപ്പെട്ടു. तो हम भी जितना कर सकते हैं करेंगे, आगे के दरवाजे अल्लाह खोलेगा. അപ്പൊ നമ്മളും നമ്മളെ കൊണ്ട് സാധിക്കുന്ന അത്രയും നമ്മൾ ചെയ്താൽ മുന്നോട്ടേക്കുള്ള വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല തുറന്നു നൽകും. उसके लिए हफ्तावारी मशवरे करो. ഇതിനു വേണ്ടി ആഴ്ചയിലുള്ള മശൂറകൾ നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന് ചെയ്യിൻ. सब सर जोड़ के बैठ के എല്ലാവരും ഇരുന്ന് ആലോചിക്കും, ചിന്തിക്കിൻ क्या कैसे करना है, क्या എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്. तो अल्लाह पाक काम आगे बढ़ाएगा. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവർത്തനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകും. उसी के लिए यह मशवरा है. അതിനു വേണ്ടിയിട്ടാണ് സഹോദരന്മാരെ ഈ ഒരുമിച്ച് കൂട്ടലുകളും മുശാവറകളും. कि अल्लाह हमें इसके लिए कबूल फरमाए. അള്ളാഹു ഇതിനു വേണ്ടി നമ്മൾ എങ്ങനെ കബൂലാക്കും, ഇത് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് മശൂറ. और सब नियत करो इंशाअल्लाह. അതുകൊണ്ട് എല്ലാവരും നിയത്ത് വെക്കി സഹോദരന്മാരെ. ये मुबारक महीने हैं, मुबारक महीने. ഇത് വളരെ മുബാറക് ആക്കപ്പെട്ട മാസമാണ്, റജബിന്റെ മാസം. अभी हमने रजब का चांद देखा. ഇപ്പൊ നമ്മൾ വരുമ്പോ കണ്ട് റജബിന്റെ ചന്ദ്രനെ കണ്ട്. हुजूर इंतजार करते थे. हुजूर हो गई. ഇന്നലെ റജബ് 1 ആയിരുന്നു. तो हुजूर इंतजार करते थे. ഇന്ന് 2 ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തിരിക്കുമായിരുന്നു. और जब रजब का चांद देखते थे तो दुआ फरमाते थे, अल्लाहुम्मा बारिक लना फी रजबी व शाबान व बल्लिगना इला रमजान. तो हुजूर को इन महीनों का इंतजार होता था. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരുന്ന മാസങ്ങളായിരുന്നു. നബി തങ്ങൾ പറയുന്നു, അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണമേ, ഈ റജബിലും ഷാബാനിലും നീ ബർക്കത്ത് ചെയ്യണേ, ഞങ്ങളെ നീ റമദാൻ വരെ എത്തിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായ ദുആ ഉണ്ട്. तो भाइयों, गुज़िश्ता रमजान तो लॉकडाउन में गुजर गया. കഴിഞ്ഞ റമദാൻ ലോക്ക്ഡൌണിലായി പോയി. इस रमजान को नियत करो अल्लाह के रास्ते में गुजारेंगे. ഈ റമദാൻ നിയത്ത് വെക്കുക ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിലാവട്ടെ. गुज़िश्ता रमजान तो निकल गया, लॉकडाउन हो गया. കഴിഞ്ഞ റമദാൻ ലോക്ക്ഡൌണിലായി പോയി. हमारी कौन सी गलतियां थी, अल्लाह माफ फरमाए. നമ്മൾ ചെയ്തു പോയ ഏത് തെറ്റിന്റെ ശിക്ഷയാണെന്ന് അറിയില്ല, അല്ലാഹ് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. റമദാൻ ഫുള്ളും ലോക്ക്ഡൌണിലായി പോയി. इस रमजान की सब नियत कर लो, अल्लाह के राह में गुजारेंगे. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിയത്ത് വെക്കുന്ന എല്ലാവരും ഈ റമദാൻ അല്ലാഹുവിന്റെ മാർഗത്തിലായി ചെലവഴിക്കുന്ന എല്ലാവരും നിയത്ത് വെക്കുക ഇൻഷാ അല്ലാഹ്. तो रजब, शाबान, रमजान, റജബ്, ഷാബാൻ, റമദാൻ 3 മാസങ്ങൾ. तो इसमें 4-4 महीने लगाने के इरादे करो. അതോ ഇതിൽ 4 മാസങ്ങൾ പോവാനുള്ള നിയത്തുകൾ വെക്കിൻ. आखिरी दर्जा चिल्ला लगाने की नियत करो. ഏറ്റവും കുറഞ്ഞത് ഒരു 40 ദിവസമെങ്കിലും ഈ 3 മാസങ്ങളിൽ ആയിട്ട് സമയം ചെലവഴിക്കാൻ നിയത്ത് വെക്കിൻ. कि रमजान से पहले हम इंशाल्लाह 4 चिल्ला लगा लेंगे. റമദാനിന് മുമ്പായിട്ട് നമ്മൾ ചില്ല പോവും. എന്താ ഇൻഷാ അല്ലാഹ്? कौन कौन तैयार है, जरा खड़े हो जाओ. ആരൊക്കെ തയ്യാറാണ് ഇൻഷാ അല്ലാഹ്? ഒന്ന് എണീക്ക് ഇൻഷാ അല്ലാഹ്. എല്ലാവരും എണീറ്റോളൂ ഇൻഷാ അല്ലാഹ് സഹോദരന്മാരെ. എല്ലാവരും എണീക്ക്. और എല്ലാവരും എണീക്കിൻ. എണീറ്റവരാരും ഇരിക്കല്ലേ ഇൻഷാ അല്ലാഹ്. रजब, റജബ്, ഷാബാൻ, റമദാൻ ഈ മുബാറക്കാക്കപ്പെട്ട 3 മാസങ്ങളിൽ പോകാൻ തയ്യാറുള്ളവരെല്ലാവരും എണീക്ക് ഇൻഷാ അല്ലാഹ്. എണീറ്റ് നിൽക്കുന്നവർ ഇരിക്കുന്നവരെ ഇൻഷാ അല്ലാഹ് തശ്കീൽ ചെയ്തോളിൻ. എല്ലാവരും എണീപ്പിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും തയ്യാറാക്കി ഇൻഷാ അല്ലാഹ്. अल्लाह सबको कबूल फरमाए. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ. എല്ലാവരും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. जान माल ईमान में बरकत दे. സമ്പത്തിനെയും സമയത്തിലും ഈമാനിലും അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. मौत तक इस मुबारक मेहनत में लगे रहने की तौफीक दे. മരിക്കുന്നവരെ ഈ പരിശ്രമമായി ഉറച്ചു നിൽക്കാൻ, ഒട്ടി നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. अल्लाह कबूल फरमाए. അല്ലാഹു നമ്മളെല്ലാവരും കബൂലാക്കുമാറാകട്ടെ. क्या भाई सब खड़े हो गए? എല്ലാവരും എണീറ്റ് കഴിഞ്ഞോ? 100% हो जाना चाहिए. 100% ആയോ? ഒന്ന് നോക്കിൻ. എല്ലാവരും തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കിൻ. ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും മതിൽമേൽ ആരെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടോ? നോക്കി. ये तो सब माशाल्लाह जिम्मेदार मजमा है. ഇതെല്ലാം ജിമ്മേദാർമാര് മാത്രമേ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളൂ. ഇത് മുശാവറന്റെ മജ്ലിസാണ്. പറഞ്ഞോളിൻ. आप 80 पर 60 चले गए तो भी फाइन पड़ेगा. നിങ്ങൾ 80 പോകേണ്ട ആൾക്കാർ 60 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈന് കുടുങ്ങും. हिस्सा भूल गए? എല്ലാരും ആയോ? अल्लाह कबूल फरमाए. तशरीफ रखिए. അല്ലാഹ് കബൂലാക്കുമാറാകട്ടെ. ഇരിക്കിൻ. കഴിഞ്ഞിട്ടില്ല. ഇരിക്കിൻ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഇരിക്കിൻ. ഒന്ന് ഇളകി മുന്നോട്ട് വന്നോളിയും. അകലം പാലിച്ചുകൊണ്ട് അടുത്തിരിക്കും ഇൻഷാ അല്ലാഹ്.
इंशाअल्लाह कल का पूरा दिन है हमारा, तो कल फजर के बाद और भी साथी आ जाएंगे जी। तो साथ बैठकर कौन किस महीने में निकलेंगे. ഇപ്പം ഇൻഷാല്ലാ നാളെ ഒരു മുഴുവൻ ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ധാരാളം കൂട്ടുകാര് പിറകിൽ നിൽക്കുന്നവരെല്ലാവരും ഇരിക്കും ഇൻഷാല്ലാ. പിറകിൽ നിൽക്കുന്നവരെല്ലാവരും ഇരിക്കും. സലീം സാഹിബ് ഇരിക്കും, എല്ലാവരും ഇരിക്കും ഇൻഷാല്ലാ. എല്ലാവരും ഇരിക്കും, ആരും പേര് പറയണ്ട, എല്ലാവരും ഇരുന്നോളൂ ഇൻഷാല്ലാ. എല്ലാവരും ഇരിക്കും. നാളെ ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ കുറേ കൂട്ടുകാർ ഇനിയും വരാനുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടി നമ്മൾക്ക് ആലോചിക്കണം ഓരോരുത്തരും ഏത് മാസത്തിലാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നതെന്ന്. तो अपने अपने हल्के बनाकर നമ്മുടെ എല്ലാവരുടെ ഹൽക്കകൾ ഉണ്ടാക്കി या जिले के हल्के हाँ जिले की तरतीब पर कल बैठकर तारीखें लिख लो, कौन किस तारीख से निकलेगी. അതുകൊണ്ട് നാളെ വരുന്ന നമ്മുടെ കൂട്ടുകാരും ഒരുമിച്ച് കൂട്ടി ഓരോ ജില്ലക്കാരും മാറിയിരുന്ന് ഹൽക്കകളായി മാറിയിരുന്ന് നമ്മുടെ എല്ലാ കൂട്ടുകാരുടെയും ഈ റജബ്, ഷാബാൻ, റമദാനിലുള്ള അവരുടെ പുറപ്പെടലുകളുടെ സമയത്തിനെ ദിവസങ്ങൾ ഇൻഷാല്ലാ എഴുതി കൂട്ടി ഇൻഷാല്ലാ. അതാണ് ഒരു ജോലി. और 2-3 साथी एक तारीख पर तैयार हैं तो ये इरादा कर लो कि उस तारीख से हम जमात निकालेंगे. ഒരു 2-3 ആൾക്കാരുടെ ഡേറ്റുകൾ അടുത്ത് വന്നാൽ അതിനെ ഒരു ഡേറ്റിലേക്ക് ഒരുമിച്ച് കൂട്ടി അവരെ ഉത്തരവാദികളാക്കി ഒരു ജമാഅത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു സംഘമാക്കി എഴുതി അതിനെ ഒരു പ്രത്യേക ജമാഅത്താക്കി മാറ്റി എഴുതിക്കോളിൻ. तो भाई इस तारीख में हमारे 3 साथी तैयार हैं, हम सब मिलकर मेहनत करके इस जमात को मुकम्मल करके रवाना करेंगे. ഈ ഡേറ്റിൽ നമ്മളെ 3 കൂട്ടുകാർ തയ്യാറുണ്ട്. നമ്മൾ ഈ ജില്ലയിലുള്ള ഹൽക്കയുള്ള മുഴുവൻ കൂട്ടുകാരും പരിശ്രമിച്ച് ആ ഡേറ്റിലേക്ക് മറ്റുള്ള ആൾക്കാരും തെഷ്കിൽ ചെയ്തുകൊണ്ട് ആ ഡേറ്റിൽ അവരുടെ കൂട്ടത്തിൽ 3 ആളുടെ കൂട്ടത്തിൽ ഒരു ജമാഅത്തിനുണ്ടാക്കി നമ്മൾ പുറപ്പെടുവിക്കുമെന്ന് ജമാഅത്തുകളായിട്ട് നിയത്തുകൾ വെക്കും. इस तरह कितनी जमातें किस महीने में निकलेंगी. ഇങ്ങനെ എത്ര ജമാഅത്തുകൾ നമ്മുടെ ജില്ലയിൽ നിന്നും ഏതൊക്കെ ദിവസങ്ങളിലായിട്ട് പുറപ്പെടുമെന്ന് ഇൻഷാല്ലാ നമ്മൾ രൂപം ഉണ്ടാക്കി. ये तरतीब पूरी बनाना है. ഇത് ആണ് നമ്മുടെ ആദ്യത്തെ ജോലി. जो मजमा अभी आने वाला है उनको भी साथ लेकर ये तरतीब बनाएंगे. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും ഇനി വരാനുള്ള ആൾക്കാരും കൂടി ഒരുമിച്ച് കൂട്ടിയിരുത്തി നാളെ ചെയ്യേണ്ട ആദ്യത്തെ ജോലി ഈ ജോലിയാണ്. आपने तो माशाल्लाह इरादा कर लिया. മാഷാല്ലാ നിങ്ങൾ എല്ലാവരും തീരുമാനമെടുത്തു, നിങ്ങൾ നിയത്ത് വെച്ചു. अब आपके जो साथी आएंगे उनके से भी इरादे कराओ. ഇൻഷാല്ലാ ഇനി വരാൻ പോകുന്ന നമ്മുടെ കൂട്ടുകാർ വന്നു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ കൊണ്ടും നിങ്ങൾ ഇൻഷാല്ലാ നിയത്ത് വെപ്പിക്കും. जमातों की बुनियाद डालो. അതിന് ജമാഅത്തിന്റെ ഒരു തറ, ഒരു അടിസ്ഥാനം ഉണ്ടാക്കി. 3-4 साथी हैं तो एक जमात का इरादा करो. 3-4 നല്ല സാത്തികൾ ജമാഅത്തിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാത്തികളെ ഒരു രൂപമുണ്ടാക്കി അതിൽ നിന്നും ജമാഅത്തുകൾ എത്ര ജമാഅത്തുകൾ ഉണ്ടെന്നുള്ള രൂപമുണ്ടാക്കി. हमारी गांव से, बस्ती से या हमारी मस्जिद से इंशाल्लाह इस तारीख में जमात निकलेगी. നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ ഹൽക്കയിൽ പറ്റുമെങ്കിൽ നമ്മളെ പള്ളിയിൽ നിന്ന് തന്നെ ഇൻഷാല്ലാ ഈ ദിവസം നമ്മളൊരു ജമാഅത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ 40 ദിവസത്തേക്ക് 4 മാസത്തേക്കുള്ള ജമാഅത്തുകൾ. तो ये इरादे करना. ഈ നിയത്തുകൾ ഇൻഷാല്ലാ എല്ലാവരും വെക്കും. और सहरोजा जमातें हर माह कितनी निकालेंगे. 3 ദിവസത്തെ ജമാഅത്തുകൾ എല്ലാ മാസത്തിലും നമ്മളുടെ ഹൽക്കകളിൽ നിന്നും എത്ര പുറപ്പെടുവിക്കും. हम हर महीना कारगुजारी ले रहे हैं. നമ്മൾ എല്ലാ മാസവും കാർഗുസാരി നമ്മൾ എല്ലാവരുടെ എടുക്കാറുണ്ട്. हमारे पास अब ये हो गया हमारे बेंगलुरु सिटी में, നമ്മളെ ബാംഗ്ലൂർ സിറ്റിയിൽ നമ്മൾ എല്ലാ മാസവും കാർഗുസാരി കേൾക്കും. जो कोविड से पहले जितनी जमातें निकलती थी उससे ज्यादा हो गई. अब ഇപ്പൊ നമ്മൾ കാർഗുസാരി എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി കോവിഡിന്റെ മുമ്പ് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും എത്ര ജമാഅത്തുകൾ പുറപ്പെടുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ ജമാഅത്തുകൾ മാഷാല്ലാ കോവിഡിന് ശേഷം പുറപ്പെടാൻ തുടങ്ങി. एवरेज 700 जमात शहर से निकलती है सहरोजा. 700 ജമാഅത്താണ് ആവറേജ് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് മാത്രം പുറപ്പെടുന്നത് 3 ദിവസത്തേക്കുള്ള ജമാഅത്ത്. 700 ജമാഅത്ത്. गुज़िश्ता महीने 100 जमात बाय मस्तूरात निकली. 101 3 ദിവസത്തെ മസ്തൂറാത്ത് ജമാഅത്തുകൾ പെണ്ണുങ്ങളും കൂടിയുള്ള മസ്തൂറാത്ത് ജമാഅത്തുകൾ 101 ജമാഅത്ത് മാഷാല്ലാ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് മാത്രം കഴിഞ്ഞ മാസം പുറപ്പെട്ടു. इस तरह से अज़ाइम करो आप. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ ഇൻഷാല്ലാ അസായിം ചെയ്യും. ഹൽക്കകളായിട്ട് മാറിയിരുന്നു, ഓരോ ജില്ലകൾ മാറിയതിനു ശേഷം ഹൽക്കകളായി മാറിയിരുന്ന് 3 ദിവസത്തിന്റെ ജമാഅത്തുകളുടെ രൂപം ഇൻഷാല്ലാ ഉണ്ടാക്കി. और इसकी सारी जाने के बाद हर हफ्ते के मशवरे में इसकी फिक्र करो. നിങ്ങളുടെ ഇവിടുന്ന് പോയി കഴിഞ്ഞ് നിങ്ങളുടെ ഹൽക്കയുടെ മഷൂറയിലും ജില്ലയുടെ മഷൂറയിലും എല്ലാ ആഴ്ചയും നിങ്ങൾ ഇവിടുന്ന് എടുത്ത ആൾക്കാരുടെ എണ്ണം വെച്ചിട്ടുള്ള രൂപം നിങ്ങൾ അതിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇൻഷാല്ലാ മഷൂറ ചെയ്യും, അതിനെ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കും. अल्लाह करे जितना हो रहा था उससे आगे बढ़ जाए काम. ഇൻഷാല്ലാ നിങ്ങൾ നോക്കിക്കോളിൻ, എത്രയാണോ നേരത്തെ നടന്നിരുന്നത് അതിനേക്കാളും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് ഇൻഷാല്ലാ ജമാഅത്തുകളെ പുറപ്പെടുവിക്കും ഇൻഷാല്ലാ.
करेंगे भाई इंशाअल्लाह. ചെയ്യല്ലോ എല്ലാവരും ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു